والقلعة المبشرة بالخير والإيمان والهدي للأكوان. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. أما بعد نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحج أشهر معلومات فمن فرض فيهن الحج فلا رفث ولا فسوق ولا جدال في الحج. صدق الله مولانا العظيم. الحج المبرور ليس له جزاء إلا الجنة. പ്രിയ സഹോദരങ്ങളെ, ഹജ്ജ് വിശാലമായ ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പം അതുകൊണ്ട് എന്റെ ശ്രദ്ധയിൽ വരുന്ന ചില കാര്യങ്ങൾ ഇങ്ങനെ പറയും. സംശയങ്ങൾ ഏത് ഭാഗത്തുനിന്നും ചോദിക്കാവുന്നതാണ്, ഹജ്ജുമായിട്ട് ബന്ധപ്പെട്ട ഏത് സംശയം. പക്ഷെ എന്താക്കണം, ഒരു ക്രമം പാലിക്കണം. ഇന്നിപ്പോ ഇവിടെ ഏകദേശം പറഞ്ഞ ഇവിടെ എത്തി അവിടുന്ന് ഇങ്ങോട്ടുള്ളതാണെന്ന് ചോദിക്കലല്ല. അത് ഒന്നായിട്ട് അങ്ങേ തൽക്കുള്ള അതിന്റെ ഓഫിനെ പറ്റിയിട്ട് ആദ്യം തന്നെ ചോദിച്ചു വെച്ചാൽ പിന്നെ അതിന്റെ തെർത്തീഭാഗം വിടും. അങ്ങനെ ചെയ്യരുതെന്നേ ഉള്ളൂ. ചോദിക്കേണ്ട കാര്യങ്ങൾ സംശയമുള്ളത് ചോദിച്ച് തീർത്ത് മനസ്സിലാക്കുക തന്നെ വേണം. ഏതൊരു അമലും അത് സംബന്ധമായ ഇൽമ്, ആ അമൽ ചെയ്യാനുള്ള സാഹചര്യം ഒത്തുവരുമ്പോൾ ആ അമൽ സംബന്ധമായ ഇൽമ് പഠിക്കൽ ഫർളാവും. അതുകൊണ്ടാണ് ത്വലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ എന്ന ഹദീസ് മഹാന്മാരായ ഇമാമിങ്ങൾ അങ്ങനെ വ്യാഖ്യാനിച്ചു. മുസ്ലിമത്തൊന്നും കേട്ടില്ല നിങ്ങള്? അങ്ങനെ ഹദീസില്ല. അർത്ഥത്തിന് തെറ്റല്ല. അർത്ഥം ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ മുസ്ലിമാ. ഇയാൾ പണ്ട് തന്നെ പെണ്ണുങ്ങളോട് എതിരായി പറയാൻ പാടില്ല. അങ്ങനെയല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി വമുസ്ലിമ എന്ന് പറയുന്ന ഭാഗം സഹീഹോ ലൈഫോ ആയ ഒരു സനദിലും കണ്ടിട്ടില്ല എന്നാണ് ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റളിയല്ലാഹു തആല എന്ന് പറഞ്ഞത്. അല്ല ആലിൽ മസ്നുഅ അതില് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. വമുസ്ലിമ വേണ്ട, ഇല്ലാഞ്ഞാൽ തന്നെ കിട്ടും. എന്തിനാ ഉണ്ടാക്കണ? അതൊക്കെ അർത്ഥം വെക്കണതല്ലേ. അപ്പൊ നല്ലോണം കിടക്കട്ടെ എന്ന് നമ്മളെ വക കടത്തണ്ട. ഹദീസില് ത്വലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിം എന്ന് പറഞ്ഞാൽ ആണും പെണ്ണും ഒക്കെ വിട്ട് ഇൽമു പഠിക്കൽ എല്ലാ മുസ്ലിമീങ്ങൾക്കും ഫർളാണ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ബാക്കവിയും സഖാഫിയും ഫൈസിയും പിന്നെ അതിന്റെ പുറമെ കാമിരിയും കൂടി ആവണം എന്നാണോ? അങ്ങനെ നടക്കൂലല്ലോ. എന്തായാലും നടക്കൂല. ദുനിയാവിന്റെ നിളാമെന്നെ തെറ്റും. മറിച്ച് അതല്ല, ഒരു കാര്യം ചെയ്യേണ്ട സാഹചര്യം ഒത്തുവരികയും അത് ഫർളാവുന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്താൽ അത് സംബന്ധമായ ഇൽമു പഠിക്കൽ ഫർളാകും എന്നാണ്. അപ്പൊ എല്ലാവർക്കും എപ്പോഴും ചെയ്യേണ്ടത് എല്ലാവരും പഠിക്കണം. ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ചില പ്രത്യേക വ്യക്തികൾക്ക് മാത്രം വേണ്ടി വരുന്നതായതുകൊണ്ട് ആ സമയത്ത് പഠിച്ചാൽ മതി. പക്ഷേ പഠിക്കാതെ ചെയ്യാൻ പാടില്ല, അത് ഹറാമാണ്. സംഗതി ചിലപ്പോ കട്ടക്കാലത്തിന് ഒത്തുനിന്ന് വരും. അത് കോയിക്കുമ്പോഴും ഉണ്ടാവല്ലോ ചിലപ്പോ ഇംഗ്ലീഷ് അക്ഷരങ്ങളൊക്കെ ഉണ്ടാണ് എന്നതുപോലെ അതിന് യാദർച്ഛികം എന്നാ പറയാം. അതുകൊണ്ട് കോയിക്ക് ഇംഗ്ലീഷ് അറിയുന്നല്ല, അത് യാദർച്ഛികമായിട്ട് ഒത്തുവരികയാണ്. അങ്ങനെ വന്നാൽ പോരാ. സംഗതി ഒത്തു വന്നാൽ പോലും അള്ളാഹുവിന്റെ അടുക്കൽ കുറ്റക്കാരാകും. കാരണം ചെയ്യൽ ഫർളായ ഒരു കാര്യം അത് സംബന്ധമായി സഹിഹാകാൻ ആവശ്യമായ അതിന്റെ ഷർത്തും ഫർളും ഒത്തിലാത്തുമെങ്കിലും പഠിച്ചിരിക്കൽ ഫർളാണ്. ഇല്ലെങ്കിൽ ആ പ്രവൃത്തിയിലേക്ക് നമ്മൾ മുതിരൽ തന്നെ ഹറാമായി വരും. നാട്ടിൽ പണ്ടൊരു പറച്ചിലുണ്ട്, ഇനി അതൊന്നും പഠിച്ചിട്ടൊന്നും കാര്യമില്ല. പഠിച്ചിട്ടൊന്നും കാര്യമില്ല. പണ്ട് എന്തുണ്ടാക്കിയ മൗലാര് ഹജ്ജിന് വന്നപ്പം തവാഫ് ചെയ്തപ്പോ തെറ്റി. അപ്പൊ അത് കണ്ടപ്പോ അവിടുന്ന് ഒരു കാക്ക പറഞ്ഞു, നിങ്ങൾക്ക് ആ ഉംദ കിതാബ് എന്നെങ്കിലും ഒന്ന് ഓതിക്കൂടെ എന്ന് ഉംദുണ്ടാക്കിയ മൗലാരോട് പറഞ്ഞു. അതൊക്കെ ഇബ്ലീസിന്റെ കെട്ടുപെട്ട കെട്ട തന്നെ. സാക്ഷാൽ ഇബ്ലീസ് കെട്ടിയതാണ്. അതൊന്നും ദീനിലുള്ളതല്ല. മറിച്ച് ഫർളായ ഇബാദത്ത്, ഹജ്ജ് ഫർളാവുന്ന ആളുകൾ അല്ലെങ്കിൽ ഹജ്ജിന് സാഹചര്യം ഒത്തുവന്ന ആളുകൾ ഹജ്ജ് സംബന്ധിച്ച് പഠിച്ചേ പറ്റൂ. ഏത് കാര്യവും അങ്ങനെയാണ്. ഒരാൾ കച്ചവടത്തിനൊരുങ്ങാണ്, അതിനുള്ള സൗകര്യമൊക്കെ ഒത്തുന്നുണ്ട്. എന്നാ പിന്നെ തോനെ ലാഭം കിട്ടുന്ന ഏതായാലും കച്ചവടം നോക്കിയിട്ട് അത് ചെയ്യാന്നല്ല. ആ കച്ചവട സംബന്ധമായ ഇസ്ലാമിന്റെ ഷർത്തും ഫർളും ബാത്തിലാകുന്ന കാര്യങ്ങളും ഹറാമും ഹലാലും പഠിക്കാതെ കച്ചവടത്തിന് ഇറങ്ങൽ ഹറാമാണ്. അപ്പൊ ഒരുപാട് കച്ചവടക്കാരും ഹറാമായ കച്ചവടം ചെയ്യണത് പറയുന്നതിന് നമുക്ക് മടിയൊന്നുമില്ല. അങ്ങനെ
അതുപോലെ ഏതൊരു കാര്യവും നമ്മൾ ചെയ്യുമ്പോൾ ഇസ്ലാമികമായി അതിന്റെ വിധിവിലക്കുകൾ പഠിച്ചിരിക്കണം. അല്ലാതെ എല്ലാം കൂടി പഠിച്ചിരിക്കുകയല്ല. നമ്മൾ ചെയ്യാൻ പോകുമ്പോൾ എന്റെ സാഹചര്യം ഒത്തു വന്നാൽ പഠിക്കണം. ഇപ്പൊ ഹജ്ജിന് പോകാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ഹജ്ജ് ചെയ്യാനും, നേരത്തെ സഹോദരത്തിൽ പറഞ്ഞ പോലെ ഹജ്ജ് ചെയ്യാനും ഹജ്ജിമാർക്ക് സേവനം ചെയ്യാനും പോകാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ഓർക്കും പറഞ്ഞേക്ക് തന്നെ എങ്ങനെയെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് 10 കൊടുക്കുകയല്ല, ചോദിക്കും. ഓർക്ക് ചോദിക്കും, ആദ്യമാര് ചോദിക്കും. ഓരോരുത്തർ എന്ത് സംശയം ഉണ്ടെങ്കിലും അപ്പൊ അവിടെ കാണുന്നവരോടാ ചോദിക്കുക. അത് മൂല്യാരാണോ അല്ലാത്തവളാണോന്നും ഓർക്കറിയില്ല. പിന്നെ നമ്മൾ മക്കത്ത് ഉള്ളതല്ലേ. പണ്ട് ഒരിക്കൽ മക്കത്ത് സൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോണ്ട് ഒരു വയസ്സായ കാക്ക മക്കളാ തോന്നുന്നു, 2 മക്കള് സൈ ചെയ്യിക്കുന്നു. അപ്പൊ ഇത് നടന്ന് സാധു തരം കെട്ടുന്നു സ്വഭാവം. അതിൽ ഞാൻ കേൾക്കാണ്, എന്നോട് ചോദിക്കല്ല, ഓര് പറയാം. കാക്ക പറയാം, കഴിഞ്ഞ മക്കളെ എഞ്ഞു ചോദിച്ചു. ഇല്ല, എന്താ ഇവിടുന്ന് തുടങ്ങിക്കാണ്ട് പോയിട്ട് ഇവിടെ എത്തുമ്പോഴാ ഒന്നാകുക. 14 ചുറ്റി നടക്കുമ്പോത്തിന് ഒരുവിധം വയസ്സാകാത്ത നല്ല ആരോഗ്യമുള്ള മനുഷ്യന്മാർ തന്നെ ആകുന്നുള്ളൂ. പിന്നെ വയസ്സന്മാരെ കഥ. അതോ അവിടെ മക്കത്ത് ജോലി ചെയ്യുന്ന, കൊല്ലങ്ങളായിട്ട് ജോലി ചെയ്യുന്ന 2 മക്കളാണ് ഇപ്പൊ ഈ തന്ത വാപ്പ നാട്ടിൽ നിന്ന് വാപ്പാനെ ഈ 14 ചുറ്റിക്കുന്നത്. ഇങ്ങനെ മക്കത്ത് തന്നെയല്ലേ. അപ്പൊ അത് പോരാ. നമ്മള് ഹിദ്മത്ത് ചെയ്യുകയാണെങ്കിൽ ഈ ഹിദ്മത്ത് ചെയ്യുന്ന പെടുന്ന ഹാജിക്ക് തെറ്റ് പറ്റാതെ അയാൾക്ക് ആവശ്യമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും കൂടിയുള്ള ഒരു സാമാന്യ അറിവ്, നമുക്ക് എല്ലാം വിശദമായിട്ട് അറിയില്ലെങ്കിൽ പോലും സാമാന്യമായ ഒരറിവെങ്കിലും നമുക്ക് സേവനം ചെയ്യുന്നവർക്കുണ്ടായിരിക്കണം. ചെയ്യുന്നവർക്ക് ഏതായാലും നിർബന്ധമായും ഫർളായ ഇൽമ് ഉണ്ടായേ പറ്റൂ. ഇല്ലാതെ ചെയ്ത് ശരിയായാൽ പോലും അല്ലാഹുവിന്റെ അടുക്കൽ നമ്മൾ കുറ്റക്കാരാമയ്യക്കും അറിവില്ലാതെ അമൽ ചെയ്താൽ ആ അമൽ സ്വീകരിക്കപ്പെടുകയില്ലാതെ അല്ലാഹുവിന്റെ അടുക്കൽ അത് തള്ളപ്പെട്ടു പോകുക ചെയ്യുക. യാദർച്ഛികമായി ഒത്തു വന്നാൽ പോലും ചെയ്തത് അപകടകരമായ സാഹചര്യത്തിലാണ് എന്നതുകൊണ്ട് അവൻ ചെയ്തത് തെറ്റാവുന്നു. അപ്പൊ പഠിച്ചേ പറ്റുള്ളൂ. 1.5 ലക്ഷം മുടക്കണോൻ അല്ലെങ്കിൽ 1,65,000 മുടക്കണോനെന്താ, അതിലൊരു 10 കാസറ്റോ അല്ലെങ്കിൽ ഒരു ബുക്കോ വാങ്ങിയിട്ട് ഒരു മാസമോ 2 ആഴ്ച മെനക്കെട്ടൊന്നാണ് പഠിച്ചൂടെ? ഇപ്പൊ 1,65,000 ഉണ്ടാക്കണം, അത്ര പണിക്കല്ലേ ഇപ്പൊ ഒന്ന് പഠിക്കാൻ. ഇപ്പോ മിഞ്ഞാന്ന് നമ്മള് ക്ലാസ്സിന് കയറുന്ന സമയത്തുണ്ട് മക്കത്തുനിന്ന് നമ്മളൊരു ലോഗ്യക്കാരൻ വിളിച്ചെന്താന്ന് വെച്ചാല്, നാട്ടിൽ നിന്ന് ഹജ്ജ് കമ്മിറ്റിയിൽ ഹജ്ജിന് വന്ന കുറെ ഉമ്മമാരും പാപ്പാരും ഉണ്ട്. ഹജ്ജിന് വന്നവരാ, പക്ഷെ അള്ളാന്റെ തൗഫീഖോട് കൂടി ഹജ്ജിനോ ഉംറക്കോ ഒന്നും ഇറാൻ ചെയ്യാതെ നേരെ കൂളായിട്ട് മക്കത്ത് വന്നോര്. ഓലോട് ആരോട്ട് പറഞ്ഞു കൊടുത്തിട്ടില്ല, ഓൽക്ക് അതൊട്ട് അറിയൂല. ഇപ്പൊ മക്കത്തുണ്ട് മോമിനിങ്ങൾ ആദ്യമാരാ. ഇനി എന്താ ചെയ്യേണ്ടത്? ഈ ചോദ്യം വരാൻ കാരണം ഓരവിടെ ചർച്ച ചെയ്യുന്നു. അവിടെ കുറച്ച് മൂല്യമാരും അതുപോലെ തന്നെ ചില മൊല്ലാമാരും അങ്ങനെ ഉണ്ടല്ലോ. ഈ രണ്ടുകൂടി കൂടിയിട്ട് ചർച്ച ചെയ്ത് അങ്ങനെ ഇഖ്തിലാഫായപ്പം എന്നാ പിന്നെ ഇനി ഫസിലാകാന്നുള്ള ആൾക്ക് അതിന് വിളിച്ചതാ. ഇങ്ങനെ എന്റെ അഭിപ്രായം എങ്ങനെയാ പറയുന്നത്, മറ്റു മൂല്യമാരൊക്കെ എങ്ങനെയാ പറയുന്നത്, എന്താ ഇനി ചെയ്യാ ഈ ഉമ്മാമാരി പാപ്പാരും കൊണ്ട്? ഒന്നും ഇറാൻ ചെയ്യാതെ മക്കത്തെത്തിന് പോലും മക്കത്തുണ്ട് സുഖമായിട്ട്. ഇങ്ങനെ വന്നിട്ട് ചോദിക്കല്ല, ഞങ്ങൾക്ക് ഇറങ്ങുന്നതിന് മുമ്പ് സാമാന്യ എന്താണ് ഈ യാത്രയിൽ ഞാൻ ചെയ്യേണ്ടത് എന്ന് അറിഞ്ഞിരിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ അള്ളാന്റെ അടുക്കൽ കുറ്റക്കാരാവില്ലേ? അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ഹജ്ജിന് വരികയാണെങ്കിൽ ഹജ്ജിനെ സംബന്ധിച്ച് സാമാന്യ അറിവ് നാട്ടിൽ വെച്ച് തന്നെ കൊടുത്തിട്ട് കൊണ്ടുവരണം. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഒന്നുണ്ടല്ലോ. ഉസ്താദന്മാരെ ക്ലാസ് ഉണ്ട്. ആ ക്ലാസ്സിന് പോകാൻ സൗകര്യപ്പെടാത്ത ആളുകൾക്ക് വിവിധങ്ങളായ രീതിയിൽ ഹജ്ജിനെ സംബന്ധിച്ച് പഠിപ്പിക്കുന്ന കാസറ്റുകളുണ്ട്, CD-കളുണ്ട്, അല്ലാത്ത പുസ്തകങ്ങളുണ്ട്, എല്ലാ സൗകര്യമുണ്ട്. അപ്പൊ നമ്മൾ ചുരുക്കി പറയാം, ഹജ്ജ് അടിസ്ഥാനപരമായി ഒരു മുഅ്മിനായ മനുഷ്യന് ഒരിക്കലേ ഫർളാവും. അടിസ്ഥാനപരമായി എന്ന് പറയുമ്പോൾ അല്ലാതെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഒന്നിലധികം പ്രാവശ്യം വേണ്ടി വരും. അത് പക്ഷേ അടിസ്ഥാനപരമായ ഫർളല്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജ് സംബന്ധമായ വിളംബരം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ പറയുകയുണ്ടായി, യാ അയ്യുഹന്നാസ് ഇന്നല്ലാഹ ഖദ് ഫറള അലൈക്കുമുൽ ഹജ്ജ് ഫഹജ്ജു. മനുഷ്യരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഹജ്ജ് ഫർളാക്കിയിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ ഹജ്ജ് ചെയ്യുവീൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആഹ്വാനം ചെയ്തപ്പോൾ സഹാബാക്കളിൽപ്പെട്ട ഒരാൾ എഴുന്നേറ്റ് ചോദിച്ചു, അകുല്ല ആമിൻ യാ റസൂലല്ലാഹ്, ഓരോ വർഷവും ഹജ്ജ് ചെയ്യാനാണോ ഫർളാക്കിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൽക്കാലം ഒന്നും പ്രതികരിച്ചില്ല. 3 പ്രാവശ്യം അദ്ദേഹം ആവർത്തിച്ചു ചോദിച്ചു, അതേ ചോദ്യം തന്നെ.
മൂന്നാമത്തെ പ്രാവശ്യം പറഞ്ഞു ലൗ ഖുൽതു ലക്കും അൻ ലഫർദത് അലൈക്കും. അതെ എന്ന് ഞാൻ ഇപ്പൊ നിങ്ങളെ ചോദ്യത്തിന് ഉത്തരം പറയുകയാണെങ്കിൽ അങ്ങനെ തന്നെ കൊല്ലം തോറും ഫർദാവും. വലമസ്തതഅതും. പക്ഷെ അത് പാലിച്ചു വളർത്താൻ നിങ്ങളോട് സാധ്യാവില്ല. എല്ലാ കൊല്ലം ഹജ്ജ് ചെയ്യാൻ കഴിയാരോട് സാധ്യാവില്ല. അതുകൊണ്ട് അള്ളാഹുവും അവന്റെ റസൂലും ഒരു കാര്യം പറയുമ്പോൾ ചില കാര്യങ്ങൾ വിശദീകരിക്കാത്തത് അത് ആവശ്യമില്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യം ചകഞ്ഞന്വേഷിച്ച് വിശദീകരണമുണ്ടാക്കി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്കത് പാലിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും കുറ്റവാളിയും പാപിയുമായി വരിക ഒരാളുടെ ചോദ്യം കാരണം നേരത്തെ നിർബന്ധമായിട്ടില്ലാത്ത ഒരു കാര്യം മുസ്ലിം ലോകത്തിന്റെ മേൽ ബാധ്യത വരികയും പിന്നീട് അവർക്കത് പാലിക്കാൻ പറ്റാതെ പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഒരുക്കുന്നതാരോ അവനാണ് വലിയ കുറ്റക്കാരുണ്ടാകുക. അതുകൊണ്ട് കൂടാതെ കഴിയാത്ത കാര്യങ്ങളെ നമ്മളോട് ചോദിക്കാതെക്കാനല്ല അറിയുന്നത്. അള്ളാന്റെ റസൂലിനോട് ചോദിച്ചാൽ എന്താണ് ആ സമയത്ത് യാ അയ്യുഹല്ലദീന ആമനൂ ലാ തസ്അലൂ അൻ അശ്യാ ഇൻ തുബ്ദ ലക്കും തസൂക്കും വഇൻ തസ്അലൂ അൻ ഹീന യുനസ്സലുൽ ഖുർആനു തുബ്ദ ലക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഏ മുഅ്മിനീങ്ങളെ, ലാ തസ്അലൂ അൻ അശ്യാ, ചില കാര്യങ്ങളൊന്നും ചകഞ്ഞു ചോദിക്കാൻ നടക്കരുത്. ഇപ്പോൾ എന്തുകൊണ്ട്? ഇൻ തസ്അലൂ അൻഹാ ഹീന യുനസ്സലുൽ ഖുർആനു തുബ്ദ ലക്കും. ഖുർആൻ അവതരിച്ചുകൊണ്ടിരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്ത് എന്ത് നിങ്ങൾ ചോദിച്ചാലും അത് നിങ്ങൾക്ക് വ്യക്തമാക്കപ്പെടും. പക്ഷേ അത് വ്യക്തമാക്കപ്പെട്ടാൽ തസൂക്കും, അത് പിന്നെ നിങ്ങളെ വിഷമത്തിലാവും. ചോദിച്ചാ പറയും. അത് അള്ളാന്റെ ഏതാണ്. അള്ളാന്റെ റസൂലിനോട് ഒരു കാര്യം ചോദിച്ചാൽ മറുപടി അള്ളാഹു തആല പറഞ്ഞു കൊടുക്കും. പക്ഷെ പിന്നെ കൊണ്ട് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് കൂടാതെ കഴിയാത്തത് ചോദിക്കരുത്. ഇതിൽ നിന്നിട്ട് ഒറ്റ പ്രാവശ്യ ഫർളാവൂ എന്നാണ് അടിസ്ഥാനപരമായി ഇസ്ലാമിലെ മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടത്. അതേസമയത്ത് ഒരു ഹദീസിലുണ്ട്, സഹിഹായ പ്രസിദ്ധമായ ഒരു ഹദീസാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് സാമ്പത്തികമായ സൗകര്യങ്ങളൊക്കെ ചെയ്ത് ശാരീരികമായ ആരോഗ്യവും നൽകി, എന്നിട്ട് 5 വർഷത്തിൽ ഒരിക്കൽ എന്റെ വീട്ടിൽ എന്നെ സന്ദർശിക്കാൻ ഒരാൾ വരുന്നില്ലെങ്കിൽ ഫഖദ് ജഫാനി, അവൻ എന്നോട് പിണങ്ങിയവനാണ് എന്നർത്ഥത്തിലൊരു ഹദീസ്. അപ്പൊ 5 കൊല്ലത്തിൽ ഒരിക്കൽ ഫർളാണ് എന്ന് പറഞ്ഞ ചില പണ്ഡിതന്മാരും ഉണ്ട്. പക്ഷേ മഹാഭൂരിപക്ഷം വരുന്ന മുജ്തഹിദുകളായ ഇമാമുകളൊക്കെ ഈ ഹദീസ് വ്യാഖ്യാനിച്ച് 5 കൊല്ലത്തിലൊരിക്കൽ സൗകര്യം പെടുമ്പോൾ മൊക്കതായ സുന്നത്താണ് എന്നാണ് അപ്പറഞ്ഞ ഹദീസിന് വ്യാഖ്യാനമുള്ളൂ. ഫർള് എന്നതിനർത്ഥമില്ല, വളരെ മൊക്കതായ സുന്നത്താണ്. അപ്പൊ അത് ഒഴിവാക്കൽ കറാഹത്താവും. 5 കൊല്ലത്തിലൊരിക്കൽ സൗകര്യങ്ങളൊക്കെ വന്നാൽ ചെയ്തോളണം, ഇല്ലെങ്കിൽ അതൊരു മോശമാണ്. അതേസമയത്ത് ഫർള് വീടാൻ ജീവിതത്തിൽ പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള ഒരു മുഅ്മിനായ മനുഷ്യൻ ജീവിതത്തിൽ ഒരിക്കൽ ചെയ്താൽ തന്നെ ഫർള് വീടും. അതേസമയത്ത് ബുദ്ധിയില്ലാത്ത സമയത്ത് ചെയ്തു, അതല്ലെങ്കിൽ പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് ചെയ്തു എന്നാൽ, അല്ലെങ്കിൽ അടിമയായിരിക്കുന്ന സമയത്ത് ചെയ്തു എന്നാ ഫർള് വിടൂല. രണ്ടാമത് പിന്നെ അതേസമയത്ത് കഴിവില്ലാത്ത സമയത്ത് ചെയ്താലോ അത് പ്രശ്നമില്ല. കഴിവില്ലാത്ത സമയത്ത് ചെയ്ത ഹജ്ജ് ഫർളാവില്ലാന്നുള്ളൂ, ചെയ്ത ഹജ്ജ് ഫർളായിട്ട് അല്ലാഹു തആല സ്വീകരിക്കും. പിന്നെ രണ്ടാമത് കഴിവുണ്ടാകുമ്പോൾ ആവർത്തി ചെയ്യേണ്ട പ്രശ്നമൊന്നും വരൂല. അങ്ങനെ ഉണ്ടല്ലോ. കടലുള്ളവർക്ക് ഹജ്ജ് ഫർളാവൂല. പക്ഷെ കടലുള്ളവർക്കും പോയി ഹജ്ജ് ചെയ്ത ഹജ്ജിന്റെ ഫർള് വീടി, പിന്നെ കടക്ക് വീടി പണം ഇങ്ങനെ കൂമ്പാരം കൂടിയാലും രണ്ടാമത് ഫർളായി ഹജ്ജ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ചെയ്യുന്നൊക്കെ സുന്നത്താണ്. അപ്പൊ ഫർളാല് വേറെ, ഫർള് വീടല് വേറെയാണ്. അത് വേറെ വിഷയമാണ്. അതെ, ചുരുക്കി പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി മുഅ്മിനുകളായ ആളുകൾ ചെയ്യുന്ന ഇബാദത്തുകളിൽ ഹജ്ജിന് മറ്റ് ഇബാദത്തുകളിൽ നിന്നിട്ട് വേർതിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടത് ഹജ്ജിൽ തന്നെത്താൻ അള്ളാഹുവിന് സമർപ്പിക്കുകയും അള്ളാഹു അല്ലാത്ത എല്ലാത്തിനെയും പൂർണ്ണമായി ത്യജിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന സമർപ്പണവും ത്യാഗവുമാണ് ഹജ്ജിന്റെ ആത്മാവ്. എല്ലാ ഭാഗത്തിലും ഉണ്ടാവും അത് കുറെയൊക്കെ. പക്ഷേ ഹജ്ജിൽ അക്ഷരാർത്ഥത്തിൽ ആദ്യന്തം അത് നിറഞ്ഞു നിൽക്കും. ഈ സമർപ്പണവും ഈ ത്യാഗവും അത് തന്നെയാണ് ഹജ്ജിനെ മറ്റുള്ളതിൽ നിന്നിട്ടും വേർതിരിക്കുന്നതും. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ജീവിതവുമായി ഹജ്ജിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അഭേദ്യമായി ബന്ധപ്പെടുത്താനുണ്ടായ കാരണവും അത് തന്നെ. അല്ലെങ്കിൽ അതിന് മുമ്പ് ഹജ്ജുണ്ടല്ലോ. ഈ ഹജ്ജിനെ ഇബ്രാഹിം നബിയായിട്ട് ബന്ധപ്പെടുത്താൻ കാരണം ഇബ്രാഹിം നബി ഉണ്ടാക്കിയ ഹജ്ജ് ഇല്ല, അതിന്റെ മുമ്പേണ്ട്. ആദം നബി അലൈഹിസ്സലാം തൊട്ട് ഹജ്ജ് ചെയ്യുന്നുണ്ട്. തന്നെയല്ല, പ്രസിദ്ധമായ ഒരു ഹദീസിലുണ്ട്, മാമിൻ നബിയിൻ ഇല്ലാ ഹജ്ജ, ഹജ്ജ് ചെയ്യാത്ത ഒരൊറ്റ നബി ഉണ്ടായിട്ടില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് മുമ്പ് ഇത്ര നബിമാർ വന്ന് ഒക്കെ ചെയ്തിരുന്നു. പക്ഷെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഹജ്ജ് ഖുർആൻ പരിചയപ്പെടുത്തുന്നതും വളരെ പ്രസിദ്ധവും അങ്ങനെ തന്നെ. അതിന്റെ കാരണം
ഹജ്ജിന്റെ ആത്മാവ് പൂർണ്ണമായി ഉൾക്കൊണ്ട വ്യക്തിത്വം ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമും കുടുംബവുമാണ്. അപ്പൊ അതിനോട് എത്ര കണ്ട് ഒരു ഹാജിക്ക് അടുത്ത് ചെല്ലാൻ കഴിയുമോ അത്ര കണ്ട് അവന്റെ ഹജ്ജ് സമ്പൂർണമായി. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിനോളം അള്ളാഹുവിന് സമർപ്പണം നടത്തിയും ത്യാഗങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്ത മഹാന്മാർ ചരിത്രത്തിൽ വേറെ കേട്ടുകേൾവിയില്ല. ആരും മോശക്കാരായിട്ടല്ല, അങ്ങനെ ഒരു തുല്യതയില്ലാത്ത വ്യക്തിത്വത്തിന്റെ ഉടമ. അതുകൊണ്ടാണല്ലോ ഇന്ന ഇബ്രാഹിമ ഖാന ഉമ്മത്തൻ ഖാനിത്തൻ ലില്ലാഹി എന്ന് പറയാൻ കാരണം. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അങ്ങേയറ്റം വഴിപ്പെടുന്ന ഒരു മഹാസമൂഹമായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഒരു വ്യക്തിനെ പറ്റിയിട്ട് ഉമ്മത്ത് എന്ന് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ കാരണം ഒരു വലിയ ഉമ്മത്തിന് നിർവഹിക്കാവുന്ന ധർമ്മം ഇബ്രാഹിം നബി അലൈഹിസ്സലാം സ്വയം നിർവഹിച്ചു എന്നതുകൊണ്ടായിരിക്കാം അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ പ്രയോഗിച്ചത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ വിളിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലില്ലാഹി റബ്ബിൽ ആലമീൻ. വേറെ അമ്പിയാ മുർസലീങ്ങളോടൊന്നും അങ്ങനെ പറഞ്ഞതായിട്ട് ഖുർആനിൽ കാണില്ല. പക്ഷെ അവരൊക്കെ ദുആ ചെയ്തിട്ടുണ്ട്. വഫനി മുസ്ലിമൻ വഅൽഖിനി ബിസ്സാലിഹീൻ എന്നെല്ലാവരും ദുആ ചെയ്തിട്ടുണ്ട്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ഒരു ആജ്ഞ എന്നുള്ള നിലക്ക് ഒരു പ്രവാചകനോട് ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം, നാഥനാവുന്ന റബ്ബ് ഖലീൽ ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് ആജ്ഞാപിച്ചു, അസ്ലിം ഇബ്രാഹിം നബി താങ്കൾ ഇസ്ലാം ഉൾക്കൊള്ളുക. മുസ്ലിമാകാനാ അങ്ങനെ അർത്ഥമാക്കാൻ പറ്റൂല. കാരണം എന്തുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം മുസ്ലിം അല്ലാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. ഇന്നല്ല അള്ളാന്റെ അമ്പിയാക്കന്മാരാരെങ്കിലും മുസ്ലിം അല്ലാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. ഒരു ജന്മനാ തന്നെ മുസ്ലിങ്ങളാ 100%. ഇസ്ലാമിന്റെ എതിരിൽ കുഫ്രിയത്തോ മാസിയത്തോ പാപമോ അവിശ്വാസമോ ഒരു നബിയുടെയും ജീവിതത്തിലെ ഏട്ടിൽ തന്നെ ഇല്ല. പിന്നെന്താ ഇബ്രാഹിം നബി സ്വലാമിനോട് പറഞ്ഞ അപ്പറഞ്ഞതിന്റെ അർത്ഥം അസ്ലമ എന്ന് പറഞ്ഞാല് സമർപ്പിച്ചു എന്നർത്ഥം. അവിടെ അസ്ലിം എന്ന് പറഞ്ഞാൽ നിങ്ങളെ എനിക്ക് സമർപ്പിക്കുക, പൂർണ്ണമായിട്ട് നിങ്ങളെ എനിക്ക് സമർപ്പിക്കുക. രണ്ടട്ടം ചിന്തിക്കാതെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, സർവ്വലോകനാഥാനായ റബ്ബേ, നിനക്ക് ഞാൻ എന്നെ സമർപ്പിച്ചു കഴിഞ്ഞു, എനിക്ക് എന്റേതായിട്ട് ഇനി ഒന്നുമില്ല, ഒക്കെ നിന്റേതാ. ആ സമർപ്പണം ഈ ലോകത്ത് പ്രഖ്യാപിച്ച ഇബ്രാഹിം നബി അലൈഹി സ്വലാം 100% ശരിയായി പാലിച്ചു. ഇബ്രാഹിം റബ്ബുഹു ബികലിമാത്തിൻ ഫഅതമ്മഹുൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖലീൽ ഇബ്രാഹിം അലൈഹി സ്വലാമിനെ ചില കലിമത്തുകളെ കൊണ്ട് പരീക്ഷണ വിധേയനാക്കി. ഫഅതമ്മഹുൻ, അത് 100% വിജയകരമായി അവിടുന്ന് പൂർത്തീകരിച്ചു. ഇനി മനുഷ്യകുലത്തിന്റെ മാതൃകാ പുരുഷനായി നിങ്ങളെ ഞാൻ അവരോധിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു ആ മാതൃകയാണ് പിൻപറ്റാൻ. പറഞ്ഞു, നബിയെ അങ്ങോടും ഞാൻ ഇതാ വഹയ്യ് മുഖേന ആജ്ഞാപിക്കുന്നു, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ആ മാർഗം, ആ സത്യമാർഗം അവലംബിച്ചുകൊണ്ടുള്ള ആ വഴി അവിടുന്ന് അനുധാവനം ചെയ്യുക എന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പോലും റഹ്മാനായ റബ്ബുൽ ഇസ്സത്ത് അനിത്തബിയ മില്ലത്ത് ഇബ്രാഹിം ഹനീഫ എന്ന് പറയണമെങ്കിൽ ആരായിരിക്കണം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം? അങ്ങനെയൊന്നും നമ്മളോട് കഴിയൂല, ഉറപ്പന്നെ. എങ്കിലും അവിടത്തോട് എത്ര കണ്ട് നമുക്ക് അടുക്കാൻ കഴിയും? അവിടെയാണ് യഥാർത്ഥത്തിൽ ഹജ്ജിന്റെ ആത്മാവ് കിടക്കുന്നത്. അതുകൊണ്ടാണ് 1-ാം തീയതി പോയി കണ്ട് ഹജ്ജ് ചെയ്യേണ്ട, ഇസ്ലാം പൂർത്തിയാക്കല ഹജ്ജ് എന്നാണ്. ഹജ്ജോടുകൂടി ഇസ്ലാം പൂർത്തിയായി. 23 കൊല്ലം ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ദീനീ ദഅവത്തുമായി മദീനയിലും മക്കയിലും ജീവിച്ചിട്ട് ആ 23-ാമത്തെ കൊല്ലാണല്ലോ ഹജ്ജിന് പോയത്, അല്ലേ? ഹജ്ജ് എന്നിട്ട് പിന്നെ മുഹറം സഫർ 2 മാസം ആരംഭിച്ചു. അത് കരുതി എല്ലാവരും മരിക്കാൻ കിടക്കുമ്പോ പോയാൽ മതി എന്നുള്ള അർത്ഥത്തിനല്ല പറയുന്നത്. ഇസ്ലാം പൂർത്തിയായ തന്നെയല്ല ഹജ്ജിന് പറയുന്നോട് തന്നെ അല്ലാഹു തആല പറയും, നോക്കി, അല്ലയോ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കും അൽ ഇസ്ലാമ ദീന എന്ന ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയത് ഹജ്ജത്തുൽ വദാഇന്റെ അന്ന് അറഫയിൽ വെച്ചിട്ടാണ്. അപ്പളാ പൂർത്തിയായത്. അപ്പൊ എന്തൊരു പൂർത്തീകരണം അതുമായിട്ടൊരു ബന്ധമുണ്ട്. അപ്പൊ എങ്ങനെങ്കിലും ചെയ്തു തീർക്കാവുന്ന ചടങ്ങല്ല ഹജ്ജ് എന്ന് പറയും. ഹജ്ജിന്റെ ചടങ്ങുകൾ യഥാർത്ഥത്തിൽ
വളരെ 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 ആഴത്തിലും പരപ്പിലുമുള്ള ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന വിശാലമായ, അതുകൊണ്ടായിരിക്കാം ചില ഇമാമിയങ്ങൾ പറഞ്ഞ ഹജ്ജിന്റെ അധിക ഇബാദത്തും തഅബ്ബുദിയാണ്. അതിന്റെ യുക്തിന്യായങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല, നമുക്കൊന്നും തിരിയില്ല എന്നുള്ള അർത്ഥത്തിനല്ല, അത്രയും ആഴത്തിലായതുകൊണ്ട് അത് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ നമ്മളോട് കഴിയില്ല എന്നുള്ള അർത്ഥത്തിൽ. പക്ഷെ എളുപ്പത്തിൽ ഉൾക്കൊള്ളാൻ കഴിയും. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ജീവിതം പകർത്തുകയാണ്. അത് തിരിയല്ലോ. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ജീവിതത്തെ ശരിക്കും പഠിച്ചാൽ അത് തന്നെയാണ് ഹജ്ജ് എന്നറിയാം. അതിന് നമ്മളെന്താ ഇവിടെ 75,000 മാസത്തെ ശമ്പളമുള്ളവനാണെങ്കിലും ഒരു 250 ഉറുപ്പിക കൊടുത്തുകൊണ്ട് ഹജ്ജിന് പോകുമ്പോൾ ഒരു ആടുംകുട്ടിനെ അറുത്ത് അധിക അല്ലെങ്കിൽ കൊയ്യത്തോ അറക്കാൻ നമ്മൾ തയ്യാറല്ല. ഹജ്ജിന് നമ്മൾ പോകും. പക്ഷെ അതും ഇപ്പൊ വരൊന്ന് നിയന്ത്രിച്ചുകൊണ്ട് കുറച്ച് സമാധാനമുണ്ട്. മറ്റേ ഇവിടുന്ന് 50 റിയാലുമായിട്ടാണ് പോലല്ലേ. മറ്റേ ആ മിനി ബസ്സുകാരുണ്ടാവുകയും നമുക്ക് ഓർമ്മ ഉണ്ടല്ലോ, മിനി ബസ്സുകാരുണ്ടാവുകയും 30 റിയാല് തർക്കിച്ച 15 റിയാലിന് മീനെ കൊണ്ടേ ഇറക്കി തരും. ഇവിടുന്ന് 8ന്റെ അന്ന് രാത്രി 15 റിയാൽ. പിന്നെ അവിടെ നിന്ന് ഇറക്കിയല്ലേ, അറഫയ്ക്കും അറഫയിന്ന് മുസ്ദലിഫയ്ക്കും മുസ്ദലിഫെന്ന് മിനേക്കും മിനേന്ന് മക്കത്തുക്കും ഒക്കെ നടത്തുന്ന. എന്നിട്ട് ഇങ്ങോട്ട് പോരുമ്പോ തിരക്കുള്ളവന് 25 കൊടുക്കേണ്ടി വരും. ആ മോള് കുത്തിരിക്കുകയാണെങ്കിൽ, സീറ്റ് കുത്തിരിക്കുകയാണെങ്കിൽ 50 കൊടുക്കേണ്ടി വരും. അല്ല 13 എന്നൊക്കെ നിൽക്കുകയാണെങ്കിലോ 15 തന്നെ പോരും ചെയ്യും. അപ്പൊ 15 30 ഖലാസ് 30 ഉറുപ്പിക കൊണ്ട് ഹജ്ജ് ചെയ്ത് അങ്ങനെ നമ്മൾ കുറച്ച് പവറെടുത്ത്. അത് തെറ്റാന്നല്ല പറയുന്നത്. പക്ഷെ ഹജ്ജിന്റെ ആത്മാവ് ഉൾക്കൊള്ളാൻ അന്നും പലരും നമ്മൾ തയ്യാറായിട്ടില്ല. അങ്ങനെ പോരാ. നമുക്ക് ചെറിയൊരു സമർപ്പണമെങ്കിലും എന്തെങ്കിലും ഒരു അർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി എന്തെങ്കിലും ഒരു ത്യാഗം. എന്ത് ത്യാഗം നമ്മൾ ചെയ്യുന്നത്? ഇപ്പൊ പറ്റിയത് കുറഞ്ഞു വരികയാണ്. ത്യാഗത്തിന്റെ എല്ലാ അർത്ഥവും കുറഞ്ഞു വരികയാണ്. അത് ഒരു ഹജ്ജ് ആവൂലെന്നല്ല, കഴിയുന്നതും ഹജ്ജിന്റെ ആത്മാവ് നശിച്ച് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. പരമാവധി നമ്മളത് ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. സ്വന്തം ജീവിതം, തന്റെ കുടുംബവും നാടും സ്വത്തും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് സമർപ്പിച്ച് ഇന്നി ദാഹിബുൻ ഇലാ റബ്ബി സയഹ്ദീൻ. അതായത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഇന്നി ദാഹിബുൻ ഇലാ റബ്ബി സയഹ്ദീൻ. എല്ലാം വിട്ടച്ച്, ഒന്നുമില്ല, എല്ലാം ഒഴിച്ചു. എന്നിട്ട് ഞാനിതാ റബ്ബിലേക്ക് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. അതാണ് ഹജ്ജിന് ഉള്ള ഇറക്കം. അത് വരുത്താൻ വേണ്ടിയിട്ടാണ് ഇഹ്റാം ചെയ്യുമ്പോൾ നാട് ഭരിക്കുന്ന രാജാവായാലും വേണ്ടിയില്ല, ഇവിടുത്തെ റോഡ് അടിക്കുന്ന തൂപ്പുകാരനായാലും വേണ്ടിയില്ല, എല്ലാവരും എല്ലാം വിട്ട് തൽക്കാലത്തേക്ക് എല്ലാം ഉപേക്ഷിച്ച് ഒരു വെള്ളത്തുണി കൊടുത്ത് ഒരു തൊട്ടം കൊണ്ട് പൊതച്ച് ഫക്കീറായി ഇറങ്ങിക്കൊള്ളണം എല്ലാരും. നമ്മളെ ഗാന്ധിജില്ലേനു അപ്പൊ എങ്ങനെ ഒരു തുണി ഉടുക്കും ചെയ്യും, ഒരു തുണി കൊണ്ട് ഇങ്ങനെ മുമ്പ് സ്ഥിരം ഇറാമിലേനു. അതായത് ഫക്കീർ വേഷം ധരിക്കാൻ തന്നെ. ഈ ഫക്കർ ആരിലേക്ക്? അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്കുള്ള ഫക്കർ, മറ്റേതല്ല. ഫക്കീർ എന്ന് പറഞ്ഞാൽ വലിയ സ്ഥാനപ്പേരാണ്. മഹാന്മാരായിരിക്കുന്ന അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ ഔലിയാക്കന്മാരൊക്കെ ഫക്കീർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ആ ഫക്കീർ പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് മാത്രം ആവശ്യമുള്ള, പടപ്പുകളിലുള്ള മുഴുവനും ത്യജിച്ച് തന്റെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും മുഴുവനും അള്ളാഹുവിലേക്ക് മാത്രം മുന്നടിച്ച ആൾക്കാണ് ഫക്കീർ എന്ന് പറയുന്നത്. ആ ഫക്കീറിന്റെ അടയാളമാണ് ഈ ഉടുതുണിയും ചുറ്റിപ്പൊതയും. അപ്പൊ ബാക്കിയെല്ലാം വിട്ടിട്ട് ഇവിടെയുള്ള കോട്ടകൊത്തളങ്ങളും കൊട്ടാരങ്ങളും പണങ്ങളും സ്വാധീനങ്ങളും കുടുംബങ്ങളും സൗകര്യങ്ങളും എല്ലാം ഇട്ടേച്ച് അതിന്റെ പ്രതീകമായിക്കൊണ്ട് നേരത്തെ ഉണ്ടായിരുന്ന ഉടയാടകൾ അഴിച്ചുമാറ്റി പ്രതീകാത്മകമായിട്ട് ഫക്കീറായ അങ്ങനെ ഒരു തുണി കൊടുത്ത് ഒരു തട്ടം പൊറച്ചിട്ടിറങ്ങണം എന്ന് പറയുന്നു. അങ്ങനെ ആ ഭാഗത്ത് കൂടെ ഇറങ്ങിയാൽ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞേക്ക് പിന്നെ മസലേക്ക് വരൂല, അങ്ങനെ പോണില്ല, നിർത്തുകയാണ് ആ ഭാഗം. അങ്ങനെ പോയാൽ അതൊരു അജ്ജന. കഴിഞ്ഞ പ്രാവശ്യം കുറെ ഭാഗം പറഞ്ഞിനി, പക്ഷെ അതിപ്പോഴും എവിടെ എത്തിയിട്ടില്ല. ഇനി പറയും തോറും ഇത് ഏറിയുള്ളത് കുറയൊന്നുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനാണ്. അതിങ്ങനെ ഇൽമ് എന്ന് പറഞ്ഞാൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോന്നും ഇങ്ങനെ ഇറങ്ങി വെക്കുക. കല്ലേറിനെ പറ്റി 2 വട്ടം പറഞ്ഞിട്ട് ഇപ്പൊ എനിക്ക് നോക്കുന്നത് അന്നത്തെ ഒന്നും അല്ല പറഞ്ഞ് ഇനിയിപ്പോ പറയാൻ എന്തൊക്കെ കിടക്കുകയാണ് ശരിക്ക്. കല്ലേറിനെ പറ്റി ഒന്നും അറിയില്ല അങ്ങനെയൊക്കെ ചില ആളുകൾ പറയാറുണ്ട്. അതിലൊന്നൊന്നുമില്ല, അതിന്റെ അർത്ഥമൊന്നും നമുക്കറിയില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞുകൊണ്ട് കണ്ണു ചെമ്പാണ്ട് അറിയാം. അങ്ങനൊന്നുമല്ല. അതില് 71 കല്ലിൽ ഓരോ കല്ലിനും 3 അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന വിശാലമായ അർത്ഥം ആത്മീയ ലോകത്ത് അതിനുണ്ട്. അതൊക്കെ ഉൾക്കൊള്ളുമ്പോഴാണ്
ആ തിക്കിലും തിരക്കിലും മെനക്കെടലും ഒക്കെ പോയി എറിയണതിന് അർത്ഥമുള്ളൂ. അല്ലെങ്കിൽ പണ്ട് മറ്റേയാള് പറഞ്ഞേക്ക് അങ്ങനെ ഒന്നോടെ കൂട്ടിട്ട് ചേർന്ന് ഞാൻ അങ്ങോട്ട് പോന്നിച്ചെന്ന് പറഞ്ഞില്ലേ, ആ പറഞ്ഞ വരുന്നത് ഇത് ഉൾക്കൊള്ളാത്തത് കൊണ്ടാണ്. ശരിക്കും ഒരു രോഗമാണ്, ആ ഭാഗത്തേക്ക് കിടക്കുന്നില്ല. ഹജ്ജിന്റെ ആത്മീയ വശങ്ങൾ ഇൻഷാ അല്ലാഹ് ഇനി പിന്നെ ഒരിക്കൽ ഇപ്പം ചെയ്യുന്ന സമയമല്ല, ഇനി ഒരിക്കൽ പറയാനുണ്ട്. നേരത്തെ പറഞ്ഞതുകൊണ്ട് ഇവിടെ എത്തിയില്ല, അതിപ്പോ പറയുന്നില്ല. ആളുകൾ മസ്അലുകൾ പലരും പറയുന്നുണ്ട്, ചരിത്രങ്ങൾ പറയുന്നുണ്ട്, അതിന്റെ മഹത്വങ്ങളും പ്രതിഫലവും ഒക്കെ പറയുന്നുണ്ട്. അതിനേക്കാൾ നമ്മുടെ മനസ്സിന് ചെറിയ തട്ടണമെങ്കിൽ എന്ത് വേണം? അതിന്റെ ആത്മീയ വശങ്ങൾ തന്നെ പറയണം. പക്ഷെ അത് പറയാൻ പിന്നെ മസലയിലേക്കൊന്നും കിടക്കാൻ കഴിയൂല. ഇപ്പൊ 2 ഉള്ളുവാണ് നമുക്ക്. അതുകൊണ്ട് ഞാൻ ആ ഭാഗമൊക്കെ വിടുകയാണ്. അമുഖം പറഞ്ഞ എന്നെ ഇപ്പം തന്നെ പറഞ്ഞ് ഒഴിവാക്കി ഞാൻ വിഷയത്തിലേക്ക് നേരിട്ട് കിടക്കാം. ഹജ്ജിന് 5 അല്ലെങ്കിൽ 6 റുക്നുകളും 5 വാജിബാത്തുകളും ആണ്. ചുരുക്കി പറയാം. 1 ഇഹ്റാം അഥവാ ഹജ്ജിൽ പ്രവേശിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യുക, ഒന്നാമത്തെ റുക്കിന് അതന്നെ. 2 അറഫയിൽ നിൽക്കുക ഇഹ്റാമോട് കൂടി. 3 ഇഫാദത്തിന്റെ തവാഫ് എന്ന് പറയുന്ന അറഫയ്ക്ക് ശേഷം ഉള്ള തവാഫ് ചെയ്യുക. 4 സഫാ മർവക്കിടയിൽ സൈ ചെയ്യുക. 5 മുടി നീക്കുക. 6 വേണമെങ്കിൽ മുഅ്ളമുൽ അർക്കാനിന്റെ ഇടയിൽ തർത്തീബ് പാലിക്കുക. അങ്ങനെ അത് പറഞ്ഞോലുണ്ട്, പറയാത്തോലുണ്ട്. മുഴുവൻ തർത്തീബ് ഏതായാലും ഇല്ല, മുഅ്ളമുൽ അർക്കാനിന്റെ ഇടയിൽ തർത്തീബ് പാലിക്കുക. വാജിബാത്ത് ചെയ്യുന്ന ഇഹ്റാം മീഖാത്തിൽ വെച്ച് ആയിരിക്കുക. അതുപോലെ തന്നെ ദുൽഹജ്ജ് 10 അന്ന് രാത്രി സുബിയാണതിന്റെ മുമ്പ് മുസ്ദലിഫയിൽ അല്പസമയമെങ്കിലും പാതിരയ്ക്ക് ശേഷം രാപ്പാർക്കുക. പിന്നെ ദുൽഹജ്ജ് 10 അന്ന് പാതിരയ്ക്ക് ശേഷം തുടങ്ങി അയ്യാമുത്ത് തശ്രീഖ് 13 അന്ന് മഗ്രിബാകുന്നതിന് മുമ്പായിട്ട് മിനയിൽ കല്ലെറിയുക. പിന്നെ മിനായിൽ അയ്യാമുത്ത് തശ്രീഖിന്റെ രാത്രികളിൽ രാപ്പാർക്കുക. ഇത്രയും വാജിബുകളാണ്. ഷാഫി മദ്ഹബിലെ പ്രബലമായ അഭിപ്രായ പ്രകാരം അത്രേ ഹജ്ജിന്റെ വാജിബുള്ളൂ. പിന്നെ ഇനിയൊരു സ്വതന്ത്ര വാജിബുണ്ട്, തവാഫുൽ വദാഇ എന്ന പേരിൽ. അത് ഹജ്ജിന്റെ വാജിബോ ഉംറയുടെ പ്രത്യേക വാജിബോ അല്ല, മറിച്ച് ഒരു മുഅ്മിനായ മനുഷ്യൻ മക്ക ഷരീഫിൽ നിന്നും സ്വദേശത്തേക്കോ അല്ലെങ്കിൽ ദൂരദിക്കിലേക്കോ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ നിർബന്ധമാവുന്ന ഒരു വാജിബാണ്. അത് ഹജ്ജായാലും വേണ്ടിയില്ല, ഉംറയായാലും വേണ്ടിയില്ല, കച്ചവടക്കാരനായാലും വേണ്ടിയില്ല, തൊഴിലാളിയായാലും വേണ്ടിയില്ല, വെറുതെ ആളെ കാണാൻ വന്നവനായാലും വേണ്ടിയില്ല, ആരായാലും വേണ്ടിയില്ല. സ്വദേശത്തേക്കോ ദൂരദിക്കിലേക്കോ മക്കയിൽ നിന്ന് യാത്ര പുറപ്പെടുന്ന ആൾ ചെയ്യേണ്ട ഒരു വാജിബാണ്. എന്നാൽ ഹജ്ജും ഉംറയായിട്ട് ബന്ധമുള്ളതുകൊണ്ട് ഹജ്ജിന്റെ വാജിബാത്തിന്റെ കൂട്ടത്തിൽ ചില ഇമാമുകൾ എണ്ണാറുണ്ട്. ഹജ്ജിന്റെ പ്രത്യേക വാജിബ് അല്ല എന്നതാണ് ഷാഫി മദ്ഹബിലെ മതം. ആ ഒരു വാജിബ് തന്നെ, വാജിബല്ല എന്നല്ല, പക്ഷേ അത് ഹജ്ജുമായിട്ടോ ഉംറയായിട്ടോ പ്രത്യേക ബന്ധമല്ല എന്നാണ്. എന്നാൽ നമ്മളെ മദ്ഹബിൽ തന്നെ ഹജ്ജിന്റെ ഉംറയുടെയും വാജിബാത്തുകളിൽപ്പെട്ട വാജിബാണ് എന്ന് പറഞ്ഞവരും ഉണ്ട്. ഇനി ഹജ്ജ് നിർബന്ധമെന്ന് ആർക്കൊക്കെ ചുരുക്കുക. ഹജ്ജ് ഫർളായ നിലക്ക് ചെയ്യാം, സുന്നത്തായ നിലക്ക് ചെയ്യുന്നുണ്ട്. അസ്ലി ഒരിക്കൽ ഫർളുള്ളൂ എങ്കിലും നേർച്ചയാക്കിയാൽ രണ്ടാമതും ഫർളാവും. അത് എത്ര വട്ടം നേർച്ചയാക്കിയാലും പിന്നെയൊക്കെ ഫർളാവും. അതുപോലെ തന്നെ ഹജ്ജിന് സുന്നത്തായ ഹജ്ജാണെങ്കിൽ പോലും ഹജ്ജിന് ഇഹ്റാം ചെയ്തു, പക്ഷേ അറഫ നഷ്ടപ്പെട്ടു പോയി. 10 അന്ന് സുബിയാണ് അതിന്റെ അടുക്ക് അറഫയിൽ എത്തിപ്പെടാൻ കഴിഞ്ഞില്ല സംഗതി വശാൽ, എങ്കിൽ ആ ഹജ്ജ് ഫൗത്തായി. ആ ഹജ്ജിന്റെ അമലുകൾ പിന്നെ നിവൃത്തിക്ക് ഇല്ലല്ലോ. അപ്പൊ പിന്നെ ഒരു ഉംറന്റെ അമൽ ചെയ്തത് ഹല്ലുലായി. അടുത്ത വർഷം തന്നെ ആ ഹജ്ജ് ഖളാ വീട്ടൽ വുജൂബാവും. അപ്പൊ വിധിയും വേണം. ഇങ്ങനെ ഫൗത്തായ ഹജ്ജ് ഖളാ വീട്ടുക. അതുപോലെ തന്നെ തഹല്ലുലാവുന്നതിന് മുമ്പ് ബോധപൂർവം സംയോഗത്തിലേർപ്പെട്ട് ഹജ്ജ് ഫസാദായി. അങ്ങനെ ഹജ്ജ് ഫസാദായാൽ ഈ ഫസാദായ ഹജ്ജ് സാധാരണ ഹജ്ജ് പോലെ ഹജ്ജിന്റെ അമലുകളൊക്കെ ചെയ്തു തീർക്കുക. എന്നിട്ട് അടുത്ത കൊല്ലം തന്നെ ഖളാ വീട്ടൽ വുജൂബാകും. അതോടുകൂടി ഒരു ബദനത്ത് ഒട്ടകമോ അതല്ലെങ്കിൽ ഒരു മൂരിയോ അതല്ലെങ്കിൽ 7 ആടോ അർക്കലും വുജൂബാകും. അപ്പൊ അങ്ങനെ ഹജ്ജ് ഫസാദാവുമ്പോൾ, ഹജ്ജ് ഫൗത്താവുമ്പോൾ, ഹജ്ജ് നേർച്ചയാക്കുമ്പോൾ ഇങ്ങനെ ഒക്കെ എന്താവും? നേർച്ച.
അതൊന്നും അടിസ്ഥാനപരമായിട്ടല്ല, പ്രത്യേക സംഗതി വന്നിട്ട് നിർബന്ധം. അടിസ്ഥാനപരമായിട്ട് ഒരിക്കലേ ഫർദുള്ളൂ. ഈ ഫർദ് ഉണ്ടാവണമെങ്കിൽ ഒന്ന് പ്രായപൂർത്തിയും ബുദ്ധിയും വേണം, സ്വതന്ത്രനാവുകയും വേണം. അതോടുകൂടി സാമ്പത്തികവും ശാരീരികവും യാത്രാപരവുമായ സൗകര്യങ്ങൾ ഉണ്ടാവുകയും വേണം. ഹലാലായ ധനം താൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായ ആളുകൾക്ക് തന്റെ ഹജ്ജ് യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തുന്നത് വരെ അവർക്ക് വേണ്ട ചെലവിനുള്ളതുകൊണ്ട് ഹജ്ജ് യാത്ര പൂർത്തിയാക്കാൻ ആവശ്യമായതും അവനുണ്ട് എങ്കിൽ സാമ്പത്തികമായ കഴിവ് ആയി. അങ്ങനെ ചെലവ് കൊടുക്കൽ നിർബന്ധപരമായില്ലെങ്കിൽ എനിക്ക് പോയി വരാൻ ആവശ്യമായ കടം ഉണ്ടെങ്കിൽ കടം കഴിച്ചിട്ട് ഉണ്ടെങ്കിൽ. ശാരീരികമായി ഈ ഏത് നാട്ടുകാരനാണോ എങ്കിൽ ആ നാട്ടിൽ നിന്ന് സാധാരണഗതിയിൽ യാത്ര പുറപ്പെട്ട് ഹജ്ജിന്റെ അമലുകൾ പൂർത്തിയാക്കി ഹജ്ജ് നിർവഹിച്ച് തിരിച്ചു പോകാൻ ആവശ്യമായ ശാരീരികമായ ആരോഗ്യം ഉണ്ടെങ്കിൽ അവൻ നേരിട്ട് തന്നെ ഹജ്ജ് നിർബന്ധമാകും. പക്ഷേ അതിന് യാത്രാ സംബന്ധമായ സൗകര്യങ്ങളും കൂടി ഒത്തുവരണം. അപ്പൊ സാമ്പത്തികമായ സൗകര്യം ഒത്തുവരണം, ശാരീരികമായ ആരോഗ്യസ്ഥിതി ഉണ്ടായിരിക്കണം, അതിന്റെ പുറമെ യാത്രാ സംബന്ധമായ സൗകര്യങ്ങൾ ഒത്തുവരികയും വേണം. ഇത്രയും കാര്യങ്ങൾ, 3 കാര്യങ്ങൾ ഒത്തുവന്ന പ്രായപൂർത്തിയും ബുദ്ധിയും ഉള്ള സ്വതന്ത്രനായ മുസ്ലിമായ മനുഷ്യനാണ് ഹജ്ജ് ഫർളാകുന്നത്. ഇതിന്റെ കൂടെ ഇനി ശാരീരികമായ ആരോഗ്യം ഇല്ലാത്തവരാണെങ്കിലോ ബാക്കി ഒക്കെ ഉണ്ട്. ഇപ്പൊ മുസ്ലിമാണ്, സ്വതന്ത്രനാണ്, അതുപോലെ തന്നെ ബുദ്ധിയുണ്ട്, സാമ്പത്തികമായ സൗകര്യങ്ങളുണ്ട്, യാത്രാ സംബന്ധമായ സൗകര്യങ്ങളുണ്ട്. പക്ഷേ ഇവന് ആരോഗ്യപരമായിട്ട് യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. മാറാവ്യാധി രോഗം പിടിപെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ വാർദ്ധക്യം കൊണ്ട് യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നിരിക്കുന്നു. ഇത് രണ്ടാരൊന്നേ ഉണ്ടാവുള്ളൂ. തൽക്കാലം സുഖേട് നേടുന്നതിനുതരല്ല, തീരെ ഇനി മാറുമെന്നൊരിക്കലും പ്രതീക്ഷയില്ലാത്ത മാറാവ്യാധി രോഗം പിടിപെട്ട് യാത്ര ചെയ്യാൻ പറ്റാത്ത ആരോഗ്യസ്ഥിതിയിലെത്തി. അതല്ലെങ്കിൽ വാർദ്ധക്യം കൊണ്ട് ഇനി യാത്ര ചെയ്ത് ഹജ്ജിന്റെ അമലൊന്നും ചെയ്യാൻ പറ്റാത്തത്രയും എത്തിക്കഴിഞ്ഞു. ഇങ്ങനെയുള്ള സാഹചര്യം വന്നാൽ അവർക്ക് ഹജ്ജ് ഫർളാവുമെങ്കിലും സ്വന്തം ശരീരം കൊണ്ട് ഹജ്ജ് ചെയ്യൽ ഫർളില്ല, ഹജ്ജ് ചെയ്യിക്കലാണ് ഫർള്. ഇനി സ്ത്രീകളാണെങ്കിലോ പറഞ്ഞതിനൊക്കെ പുറമെ സാമ്പത്തികമായ സൗകര്യം ഒത്തുവരണം, ശാരീരികമായ ആരോഗ്യസ്ഥിതിയും സൗകര്യങ്ങളും ഒത്തുവരണം, സ്വതന്ത്രയാകണം. അതിന്റെ കൂടെ ഭർത്താവോ അതല്ലെങ്കിൽ തൊട്ടാവതു മുറിയാത്ത അടുത്ത കുടുംബത്തിൽപ്പെട്ട മഹർമുകളിൽപ്പെട്ടവരോ അതല്ലെങ്കിൽ വിശ്വസ്തരായ ഒരു സംഘം മുസ്ലിം സ്ത്രീകളോ കൂടെ യാത്ര ചെയ്യാനുണ്ടെങ്കിലേ അവരുടെ ഹജ്ജ് ഫർളാവുകയുള്ളൂ. 3-1 വേണം. എന്നാ സുന്നത്താണെങ്കിലോ സുന്നത്തിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. ഏതായാലും ആട്ടെ, സുന്നത്തായ ഹജ്ജിനാണ് അല്ലെങ്കിൽ സുന്നത്തായ ഉംറക്കാണ് പോകുന്നത് എങ്കിൽ അവിടെ ഭർത്താവോ മഹറമോ ഷർത്താണ്, ഇല്ലാതെ പോകൽ ഹറാമാ. അത് കൂടുതൽ ഊന്നിപ്പറയേണ്ട സന്ദർഭമാണ്. കാരണം വലിയ ഒരു വിഭാഗം സ്ത്രീകൾ നാട്ടിൽ നിന്നിട്ട് ഇന്ന് വരുന്നത് അതുപോലെ എവിടുന്നും പോകുന്നുണ്ട്. ഇങ്ങനെ പോകുന്നവര് ഭർത്താവോ മഹറമോ കൂടെയില്ലാതെയാണ് സുന്നത്തായ ഹജ്ജോ ഉംറയോ നിർവഹിക്കാൻ പുറപ്പെടുന്നത്. ഈ യാത്ര ഹറാമായ യാത്രയാവുന്നു. ആ സംഘം സ്ത്രീകളുണ്ടല്ലോ, സംഘം സ്ത്രീകൾ ഫർള ഹജ്ജിനാണ്. സുന്നത്തായ ഹജ്ജിനും സുന്നത്തായ ഉംറക്കും സ്ത്രീകളുടെ സംഘം പോരാ. അതിന്റെ ഷാഫി മദ്ഹബ്, ഹംബലി മദ്ഹബിലൊന്നും ഫർള ഹജ്ജിനാണെങ്കിൽ സ്ത്രീകളുടെ സംഘം പോരാ, ഭർത്താവോ മഹറമോ ഷർത്താണ്. അതുകൊണ്ടാണ് ഇവര് ഹജ്ജ് അടിക്കണമെങ്കിൽ മഹറമ് കൂടെ വെച്ച് കൊടുക്കേണ്ടി തന്നെ. ഏത് രാജ്യത്തിലെ എംബസിയിലാണെങ്കിലും ഹജ്ജിനോ ഉംറക്കോ വിസ അടിക്കാൻ വേണ്ടിയിട്ട് പെണ്ണിന്റെ പാസ്പോർട്ട് വെക്കുമ്പോൾ കൂട്ടത്തിൽ മഹറമിന്റെ കൂടി വെച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അടിച്ചു കൊടുക്കൂല. ഞങ്ങൾ നിസാ സിഖാത്ത് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പള്ളി പറയണമെന്ന്. കാരണം ഒരു ഹംബലി മദ്ഹബ് വരാ, ഇപ്പോഴത്തെ ഗവൺമെന്റ് ഹംബലി മദ്ഹബിനനുസരിച്ചാണ് ഫിഖ്ഹിയ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് അവരുടെ ഔദ്യോഗിക കാര്യങ്ങളിലൊക്കെ ഹംബലി മദ്ഹബിനനുസരിച്ചുകൊണ്ട് അവിടെ നിസാവും സിഖാത്ത് ഫർളായ ഹജ്ജിനാണെങ്കിൽ പോലും അവർ അംഗീകരിക്കില്ല. ഭർത്താവുണ്ടോ? ഓക്കെ. ഇല്ല മഹറമുണ്ടോ? അതിന് നമ്മൾ എന്താക്കും? ഒരു 85 കഴിഞ്ഞ ഏതോ ഒരു തന്ത ഉണ്ടാവും,
ഈ തന്തന്റെ പേര് ഒരു 10 15 പെണ്ണുങ്ങളെ വെച്ചിട്ടു. തന്ത ഉണ്ടായാലും ഇത് പേരുടി കേട്ടിട്ടുണ്ടാവില്ല. ആ ജാതിനൊക്കെ പാടെ വെച്ചിട്ടിട്ട് മഹറമായിട്ട് അടിക്കുക. ഗവൺമെന്റ് ഓരോ ഉത്തരവാദിത്വം നിർവഹിച്ച് മഹറം കാണിച്ചു കൊടുത്തു. ഓർക്കറിയോ അപ്പൊ പോയിട്ട് ഞങ്ങളെ ഈ ചീരും കുജണ്ണും ഒക്കെ ഉള്ള ആളുകൾ ഈ കാക്കാന്റെ മഹറം തന്നെയാണെന്ന് ഒരു എംബസിന്ന് ആളുകൾ വിട്ടുകൊണ്ട് അന്വേഷിക്കാം. നിങ്ങൾ പറയണ പോലെ സ്വീകരിക്കും, അടിച്ചു തരും. നിങ്ങൾ അള്ളാന്റെ അടുക്കൽ ഉത്തരം പറയേണ്ടി വരും. ആ സമയത്ത് ഫർലായജിനാണ് മതി. എന്താ ഫർലായജിനാണ് മതി എന്നറിയാൻ കാരണം ഫർലായജിന് കൂട്ടത്തിൽ പെണ്ണുങ്ങളുണ്ടല്ലോ വിശ്വസ്തരായ, അത് മതി. അപ്പൊ മഹറം വേണ്ട. മഹറം പേര് മതം ഒപ്പിക്കാൻ വേണ്ടി നമ്മൾ ഷാഫി മതം അനുസരിച്ച് മഹറം തന്നെ നിർബന്ധമില്ല. 3-4 ഒന്നുണ്ടായാൽ മതി. ഭർത്താവോ മഹറമോ അല്ലെങ്കിൽ വിശ്വസ്തകളായ സ്ത്രീകളോ. അതേസമയത്ത് സുന്നത്ത് മദീനത്തേക്ക് സിയാറത്തിന് ഇറങ്ങിയേക്കുക. പുതിയാപ്പളക്ക് ഒഴിവില്ല, എന്നാ ഓള് പോയിക്കോട്ടെ. നാളെ സംഘത്തിലാണല്ലോ പേടിച്ചാല്ല. ആ ഇവിടെ നൈരുടിച്ചിട്ട് പേടിച്ചാല്ല, പക്ഷെ പടച്ചോൻ പിടിക്കണത് പേടിച്ചോ. ആ അങ്ങനെയാണ്. ഭർത്താവ് മൂപ്പർക്ക് ലീവില്ല, ഓക്കിപ്പോ പോവും വേണം. എന്നാ മഹറമുണ്ടോ കൂടെ? മഹറം ഏതായാലും ഇല്ല, അതാനും തന്നെ ഇല്ല. ഞങ്ങളുടെ പുതിയാപ്പളല്ലേ, മൂപ്പർക്ക് ഒഴിവില്ല, എന്നാ പോണ്ട. എന്താ സുന്നത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ആറാമ അനുവദിക്കപ്പെടുവോ? എന്തേ തുണി ചെറിയിട്ടിട്ടും പോലെ അറിയിട്ടിട്ട് സുന്നത്താണല്ലോ. ചുമി പിടിക്കൽ പറഞ്ഞല്ലേ, അത് കഴിക്കൽ ആറാമാവൂലേ? നമ്മൾ അങ്ങനെ ചെയ്യാം. ഇവിടെ വന്നായിട്ട് കഥ പറയാതൊക്കെയാണല്ലേ. സംഘങ്ങൾ ഇങ്ങോട്ട് വന്നാൽ നേരത്തെയൊക്കെ വരുന്ന സമയം മുതലാക്കുക നല്ല കാര്യമാണ്. നേരത്തെ വരുന്ന ആളുകളെ തിരക്കും ഉണ്ടാവില്ല, നല്ല സൗകര്യമാണ്. അപ്പൊ ആ സമയത്ത് ദിവസവും പോകും തന്നെ. 2 റിയാൽ അങ്ങോട്ടും 2 റിയാൽ ഇങ്ങോട്ടും കൊടുത്താൽ മതി. 4 റിയാൽ കൊണ്ട് 2 മണിക്കൂർ മെനക്കെടും ചെയ്താൽ ഒരു ഉംറയായി. അങ്ങനെ 15 ദിവസം കൊണ്ട് ഒരു 15 ഉംറ ചെയ്ത് കിട്ടിയാൽ രക്ഷപ്പെടും, ഉറപ്പല്ലേ? പക്ഷെ എന്ത് വേണം? സുന്നത്തായ ഉംറക്കാണോ പോണത്? ഭർത്താവോ മാറമോ കൂടാണോ? അല്ലെങ്കിൽ പോകാൻ പറ്റൂല. അതിന് ഹമീർ ഉസ്താദ് ഉണ്ടാവുമല്ലോ കൂടെ. സാധാരണ എങ്ങനെയാണല്ലോ ഉള്ളത്. ശരിക്കതാണ് അതിന്റെ ശരിക്കുള്ള പ്രയോഗം. ബദൽ ഹംസ. അല്ലാതെ ഈ സുന്നത്തായ ഉംറ ചെയ്യിക്കാൻ ഈ പെണ്ണുങ്ങളൊക്കെ വാടെ കൂട്ടിപ്പോവാൻ ഇപ്പന്റെ പെങ്ങന്മാരെ ഐറ്റങ്ങളൊക്കെ വാടെ. അതിന് ചില സംഘങ്ങളിലൊക്കെ സ്പെഷ്യൽ തന്നെ പെണ്ണുങ്ങൾ അമീർ പറഞ്ഞിട്ട് സ്പെഷ്യൽ അമീർ തന്നെ ഉണ്ടാവും. എന്തൊക്കെയാണ് അതുകൊണ്ടുണ്ടാകുന്ന ഫിത്നകൾ എന്നറിയാം. ആ ബന്ധം ഞാൻ പറയുന്നില്ല. അത് ഇസ്ലാമികമല്ല, ഇസ്ലാമിനെ വെച്ചിട്ടില്ല, ഹറാമാണ്. വളരെ വ്യക്തമായിട്ട് അയിമ്മത്ത് കിതാബുകൾ തുടങ്ങി ഇമാം നവവി റളിയല്ലാഹു തആല ഇലാഹിൽ മുതൽക്ക് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മക്ക ഷരീഫിൽ നിന്നിട്ട് ഏറ്റവും അടുത്ത ഹില്ലാവുന്ന തനഈമിൽ പോയിട്ട് ഒരു പെണ്ണ് ഉംറ ചെയ്ത് പോരുകയാണെങ്കിലും നിസാസിഖാത്ത് പോരാ, മഹറമോ അതല്ലെങ്കിൽ സൗജോ ഉണ്ടാവണം, ഇല്ലെങ്കിൽ ഹറാമാണ്. അങ്ങനെ ഉണ്ടാവും. ഫർള് ചെയ്തോളൂ. അല്ലെങ്കിൽ ഇങ്ങനെ കൊല്ലത്തിലും മാസത്തിലും ഒന്നും പെണ്ണുങ്ങളെങ്ങനെ ചെയ്യിക്കാനൊന്നും അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടില്ല. ഹജ്ജത്തുൽ വദാ കഴിഞ്ഞിട്ട് ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളെ അഭിമുഖീകരിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹാദിഹിൽ ഹജ്ജു വബഅദ ദാലിക ളുഹൂറുൽ ഹുസ്ൻ. ഇനി പായ്പുറത്ത് കൂടിക്കോളി. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട സൗദാ റളിയല്ലാഹു തആല അൻഹ, ഉമ്മ സലമ റളിയല്ലാഹു തആല അവരൊന്നും പിന്നെ മരണം വരെ ഒരു കാര്യത്തിനും ഹജ്ജിനോ ഉംറക്കോ ഒന്നും പോയിട്ടില്ല. എന്നാ പിന്നെ മഹറമോ അതല്ലെങ്കിൽ ഭർത്താവ് പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. എന്നാ മഹറമുകളിൽപ്പെട്ട കൂടെ ആളുകൾ ഉണ്ടെങ്കിൽ പോകാം എന്ന അഭിപ്രായമായിരുന്നു ആയിഷ റളിയല്ലാഹു തആല അൻഹ ഉൾപ്പെടെയുള്ള ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾക്ക്. അതുകൊണ്ട് അവരൊക്കെ പോയും ചെയ്തിരുന്നു. എന്നാൽ ഇവര് പറഞ്ഞ അല്ലാഹു റസൂൽ ഇങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾ നേരിട്ട് കേട്ടോ, അതുകൊണ്ട് ഇനി അങ്ങനെ ഒരു സുന്നത്ത് നമുക്ക് വേണ്ട. അപ്പൊ സൗകര്യത്തിന് പോയാൽ ഫർള് ഒരുക്കാൻ ചെയ്യിക്കുക. പിന്നെ സുന്നത്ത് ചെയ്യണമെങ്കിൽ ഭർത്താവിനോ അല്ലെങ്കിൽ മഹറമുകളായ ആളുകൾക്കോ സൗകര്യമൊക്കെ ഒത്തുവരികയാണെങ്കിൽ ചെയ്യിച്ചാൽ മതി. ഇല്ലെങ്കിൽ എന്തിനാ ഈ ഹറാം ഉണ്ടാക്കിക്കാണ്ട് പുണ്യം നേടാൻ പോകുന്നു? ആട്ടെ. അപ്പൊ ഹജ്ജ് ഫർളായ ആളുകൾ, ഇനി ഫർളാകാത്ത ആളുകൾക്കും ഹജ്ജ് ഫർള് വീടും നേരത്തെ പറഞ്ഞേക്ക് പ്രായപൂർത്തിയും ബുദ്ധിയും ഒക്കെ ഉള്ള ആളുകളാണ്. സാമ്പത്തികമായി കഴിവില്ലായിരുന്നു. അങ്ങനെ ഒരു ആജ്യാര് എന്താക്കി ഖിദ്മത്തിനുണ്ടരിക.
ഇദ്ദേഹം വലിയ പൈസക്കാരനാണ്. മൂപ്പര ഹിദ്മത്തിന് എന്നുള്ള ആൾക്ക് ഒരു സാധു മനുഷ്യന്റെ പണിക്കാരനാണ്. ചിലവൊക്കെ ആചാരെടുത്ത് ഇവിടെ എത്തി. എന്നാ അയാൾ അജ്ജും ഫർദ് തന്നെ, ഫർദ് വിടും. ഇനി രണ്ടാമത് ഇയാൾ ആചാരെ പോലെ പണക്കാരനായ രണ്ടാമത് ഫർദ്, പണ്ട് കഴിവില്ലാത്തതുകൊണ്ട് അജ്ജ് ഫർദില്ലല്ലോ, അപ്പൊ അന്ന് ചെയ്തത് സുന്നത്ത്, ഇനി അങ്ങനെയില്ല. ചെയ്യൽ ഫർദാവണമെങ്കിൽ ഈ നിബന്ധന ഉണ്ട് എന്നല്ലാതെ ചെയ്ത് ഫർദ് വീടണമെങ്കിൽ മുസ്ലിമാകുക, പ്രായപൂർത്തി ഉണ്ടായിരിക്കുക, ബുദ്ധി ഉണ്ടായിരിക്കുക, അതോടുകൂടി സ്വതന്ത്രനായി. പിന്നെ ഇപ്പൊ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല, കാരണം ഇപ്പൊ ഒക്കെ എല്ലാവരും സ്വതന്ത്രന്മാർ തന്നെ. അപ്പൊ ഇത്രേ ഫർദ് വിടാനുള്ളൂ. അതേസമയത്ത് കുട്ടികളാണ് ഹജ്ജ് ചെയ്ത്, കുട്ടികൾ ഇനി എത്ര ഹജ്ജ് ചെയ്താലും പ്രായപൂർത്തിയെത്തിയതിനു ശേഷം അവർക്ക് സാമ്പത്തികമായ കഴിവും ശാരീരികമായും അതുപോലെ തന്നെ യാത്രാ സംബന്ധമായും സൗകര്യം വന്നാൽ വേറെ തന്നെ ഫർദാവും. നേരത്തെ ചെയ്തുകൊണ്ട് ഫർദ് വിടൂല. ആട്ടെ, ആ ഭാഗം ചുരുക്കണം. അങ്ങനെ ഹജ്ജിന് അല്ലെങ്കിൽ ഉംറയ്ക്ക് ഒന്നാമത്തെ റുക്കിന് ഇഹ്റാമാണല്ലോ. ഇഹ്റാം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഹജ്ജിൽ പ്രവേശിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യാണ്. ഈ നിയ്യത്ത് ചെയ്യുന്നത് ശവ്വാൽ 1 തൊട്ട് തുടങ്ങി ദുൽഹജ്ജിന്റെ 10 സുബഹിയാണതിന്റെ മുമ്പ് എപ്പോ ഇഹ്റാം ചെയ്താലും മതി. ഹജ്ജ് അശ്ഹുറും മഅലൂമാത്തും എന്ന് പറഞ്ഞു. ഇതിന്റെ ഇടയ്ക്ക് എപ്പോഴും ചെയ്യും. അതിന്റെ മുമ്പ് ചെയ്താലോ, ഒരാൾ റമദാൻ മാസത്തിൽ ഹജ്ജിന് ഇഹ്റാം ചെയ്തു, എന്നാൽ അത് ഹജ്ജാവുന്നതല്ല, ഉംറന്റെ അമൽ ചെയ്ത് തഹല്ലുലായാൽ മതി. സഹിയായ ഒരു ഉംറയാവും. മുമ്പ് ഫർളായ ഉംറ ചെയ്യാത്ത ആളാണെങ്കിൽ ആ ഫർള് ഇതുകൊണ്ട് വിടുകയും ചെയ്യും. അതേസമയത്ത് റമദാനിന്റെ ശേഷം പെരുന്നാളിന്റെ അന്ന് തൊട്ടിട്ട് എപ്പോ ഇഹ്റാം ചെയ്താലും ഹജ്ജാവും. അങ്ങനെ ചെയ്യുകയും ആവാം. പക്ഷേ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇഹ്റാമിന്റെ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് ഇത്രയും ദിവസം നിൽക്കാൻ പ്രയാസം ഉണ്ടാവും. അതുകൊണ്ട് ആ പ്രയാസം പരിഗണിച്ച് മക്കത്തോ പരിസര പ്രദേശങ്ങളിലോ ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ 8ന്റെ അന്ന് രാവിലെ ഇഹ്റാം ചെയ്യലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുന്നത്തായി കൽപ്പിച്ചത്. അതിനു മുമ്പ് ചെയ്യുന്ന തെറ്റുള്ളത് കൊണ്ടല്ല, സൗകര്യം അതുകൊണ്ടായിരിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും മദീന ഷരീഫിൽ നിന്നും ഹജ്ജത്തുൽ വദാഇന് വരുമ്പോ ഉംറയ്ക്ക് ഇഹ്റാം ചെയ്താണ് മഹാഭൂരിപക്ഷവും പോകുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചനുസരിച്ച്. ചിലവര് ഹജ്ജിന് മാത്രം ചെയ്തു, ചിലവര് ഹജ്ജിനും ഉംറയ്ക്ക് കൂടി ചെയ്തു. അങ്ങനെയൊക്കെ വന്നു. മക്കത്തെത്തിയപ്പം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിച്ചു എല്ലാവരും ഉംറ ചെയ്ത് തഹല്ലുലായി മുടി മുറിച്ചോളാൻ. അങ്ങനെ ദുൽഹജ്ജ് 4-നാണത്. അങ്ങനെ എല്ലാവരും ഉംറ ചെയ്ത് തഹല്ലുലായി മുടി മുറിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അതുപോലെ തന്നെ 1-2 ചുരുക്കം സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഹ്റാം ചെയ്തതുപോലെ ഇഹ്റാം ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഇഹ്റാം ചെയ്തവരുണ്ട്. കൂടെ അല്ലാതെ അവരും ഒഴിച്ച് ബാക്കി എല്ലാവരും ഉംറ ചെയ്ത് തഹല്ലുലായി. ഇതിന്റെ കാരണം ഹജ്ജിന്റെ മാസങ്ങളിൽ ഉംറ ചെയ്യാൻ പാടില്ല എന്നുള്ള ധാരണ തിരുത്തലായിരുന്നു ഉദ്ദേശം. അങ്ങനെ 4ന്റെ അന്ന് തഹല്ലുലായതിനു ശേഷം 8ന്റെ അന്ന് രാവിലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാവരോടും ഉംറ ചെയ്ത് ഹജ്ജിന് ഇഹ്റാം ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുകയുണ്ടായി. അപ്പൊ 4ന്റെ അന്ന് തഹല്ലുലായ അന്ന് തന്നെ വേണമെങ്കിൽ ഹജ്ജിന് ഇഹ്റാം ചെയ്യാലോ. പക്ഷെ 8ന്റെ അന്ന് രാവിലെയാണ് ഹജ്ജിന് ഇഹ്റാം ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് അതാണ്. അപ്പൊ മക്കത്തുള്ളവരും പരിസര പ്രദേശങ്ങളിലൊക്കെ ഉള്ള ദൂരയാത്ര ഇല്ലാത്ത ആളുകൾക്കൊക്കെ ഉത്തമം 8ന്റെ അന്ന് ഇഹ്റാം ചെയ്യുന്നതാണ്. സൗകര്യം നേരത്തെ ആണെങ്കിൽ വിരോധമുണ്ട് എന്നുള്ള അർത്ഥത്തിനല്ല. കാരണം അത്രയും സൗകര്യമുണ്ട്. എന്തുകൊണ്ട് വെച്ചാൽ ഇതിങ്ങനെ പാലിച്ചുകൊണ്ട് നിൽക്കണമല്ലോ ഇഹ്റാമിന്റെ നിബന്ധനകൾ, അതില്ലാതിരിക്കാനായിരിക്കാം. ഏതായാലും ഇഹ്റാം ചെയ്യുന്നതിന് മുമ്പ് ബലി അറുക്കാൻ ഉദ്ദേശമില്ലാത്ത ആളുകളാണെങ്കിൽ നഖം മുറിക്കാനുണ്ടെങ്കിൽ നഖം മുറിക്കുക. അതുപോലെ തന്നെ കച്ചം ഗുഹ്യം പോലെയുള്ള മുടി നീക്കേണ്ടവരുണ്ടെങ്കിൽ അത് ചെയ്യുക. എന്നിട്ട് കുളിച്ച് വൃത്തിയാകുക. ഇതൊക്കെ സുന്നത്താണ്. അതേസമയത്ത് ബലി അറുക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ ദുൽഹജ്ജ് 1 പറഞ്ഞതിന് ശേഷം നഖമോ മുടിയോ നീക്കാതിരിക്കലാണ് സുന്നത്ത്. അഥവാ ഒരാൾ അങ്ങനെ നീക്കി പോയാലോ അവിടെ കുറ്റൊന്നുമില്ല, സുന്നത്തിനെതിരാണ്. ഈ ഉദ്ദേശം ഉണ്ടെങ്കിൽ മുടിയും നഖവും ഒന്നും നീക്കാതിരിക്കുക. അതിന് മുമ്പ് വേണമെങ്കിൽ ചോട്ടെ, ഹജ്ജ് 1ന്റെ മുമ്പ് ചെയ്യാം. 1 കഴിഞ്ഞാൽ പിന്നെ ഈ ജംറ എറിഞ്ഞതിന് ശേഷം മുടി നീക്കുന്ന കൂട്ടത്തിലാണ്. പിന്നെ അതൊക്കെ സുന്നത്ത്. കുളിച്ച് വൃത്തിയാകുക. ശുദ്ധിയാകലല്ല കുളി കൊണ്ട് ഉദ്ദേശം എന്നതുകൊണ്ട് ഹൈലോ നിഫാസോ ഉള്ള സ്ത്രീകളാണെങ്കിലും അവർക്കും നിയ്യത്തോടുകൂടി ഈ കുളി സുന്നത്തുണ്ട്. അശുദ്ധിന്ന് ശുദ്ധിയാകാന്നുള്ള നിയ്യത്തോടുകൂടി ഹൈലോ നിഫാസോ ഉള്ള സമയത്ത് കുളിക്കൽ ഹറാമാണ്. ഇവിടെ അശുദ്ധിന്ന് ശുദ്ധിയാകലല്ല ഉദ്ദേശിക്കുന്നത്, വൃത്തിയാകലാണ് എന്നതുകൊണ്ട് അവർക്കും അത് സുന്നത്താണ്. ഹൈലുണ്ട് എന്നതുകൊണ്ടോ നിഫാസ് ഉണ്ട് എന്നതുകൊണ്ടോ
ഹജ്ജിനോ ഉംറക്കോ ഇഹ്റാം ചെയ്യുന്നതിന് യാതൊരു തടസ്സവും ഇല്ല എന്ന് മാത്രമല്ല, ഹജ്ജിനോ ഉംറക്കോ ഇഹ്റാം ചെയ്തതിന് ശേഷം ഹൈളോ നിഫാസോ സംഭവിച്ചാലും അത് ഹജ്ജിനെയോ ഉംറയെയോ ഒരിക്കലും ബാധിക്കുകയില്ല. പക്ഷേ തവാഫ് ചെയ്യണമെങ്കിൽ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയായി കുളിച്ചതിന് ശേഷമേ പാടുള്ളൂ എന്ന ഒറ്റ നിബന്ധനയുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും അശുദ്ധിയോടുകൂടി തന്നെ നിർവഹിക്കാം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹജ്ജത്തുൽ വദായിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംഭവത്തിൽ തന്നെ അത് കാണിച്ചു കൊടുത്തു. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യ അസ്മാ ബിൻത് ഉമൈസ് റളിയല്ലാഹു തആല അൻഹ ഇത് ദുൽഹുലൈഫയിൽ വെച്ചിട്ടാണ് പ്രസവിച്ചത്. മുഹമ്മദ് ബിൻ അബി ബക്കർ റളിയല്ലാഹു തആല അൻഹു എന്ന തന്റെ ചെറിയ മകനെ പ്രസവിച്ചത് ദുൽഹുലൈഫയിൽ വെച്ചിട്ട് ഹജ്ജത്തുൽ വദാഇന് പോരിനോടത്ത്. അപ്പൊ അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അസ്സല ചോദിച്ചപ്പോൾ പറഞ്ഞു, സാധാരണ കുളിച്ച് വൃത്തിയായി സാധാരണ പോലെ ഇഹ്റാം ചെയ്യാൻ, പിന്നെ തവാഫ് അല്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യാൻ, ശുദ്ധിയായതിനു ശേഷം തവാഫ് ചെയ്യാന്നുള്ളത്. അങ്ങനെ വന്ന് ഹജ്ജിന് ഉംറക്ക് ഇഹ്റാം ചെയ്ത കൂട്ടത്തിൽ ഉംറക്ക് ഇഹ്റാം ചെയ്തതായിരുന്നു ബീവി ആയിഷ റളിയല്ലാഹു തആല അൻഹ ഉൾപ്പെടെയുള്ള ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളൊക്കെ. അങ്ങനെ എല്ലാവരും വന്ന് തവാഫ് ചെയ്യാൻ നോക്കുമ്പോൾ മക്കത്തെത്തിയപ്പോൾ തന്നെ ആയിഷ റളിയല്ലാഹു തആല അൻഹക്ക് ഹൈദ് തുടങ്ങി. അപ്പൊ അവർക്ക് തവാഫ് ചെയ്യാൻ വയ്യാതായി. 4 അന്നല്ലേ എത്തി. അന്ന് അത് തുടങ്ങിയാല് പിന്നെ 8 അന്നാകുമ്പോഴത്തേന് ഇത് തീരൂലല്ലോ. അങ്ങനെ എല്ലാരും 8 അന്ന് രാവിലെ ഹജ്ജിന് ഇഹ്റാം ചെയ്യാൻ പോകുമ്പോൾ ആയിഷാബി കരയാൻ തുടങ്ങി. എന്താ കരീനെന്താന്ന് വെച്ചാൽ, അപ്പൊ എനിക്ക് നിസ്കരിക്കാൻ വയ്യാന്ന് പറഞ്ഞാൽ സംഗതി മനസ്സിലായല്ലോ. അപ്പൊ തവാഫ് ചെയ്തിട്ടില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞാൻ പ്രശ്നമാക്കണ്ട, ഈ കുളിച്ച് ഹജ്ജിനും കൂടിയാണ് ഇഹ്റാം ചെയ്ത ഉംറയ്ക്ക് ചെയ്ത ഇഹ്റാമിൽ തന്നെ അതാണ് കുട്ടി ചെയ്യുന്ന രണ്ടുകൂടി ഒന്നിച്ച് ചെയ്യുമ്പോൾ തന്നെ ആദ്യം ഉംറയ്ക്ക് ഇഹ്റാം ചെയ്തതിലേക്ക് ഹജ്ജിനെ അങ്ങോട്ട് കിടത്താം, ഹജ്ജിനെ ഇഹ്റാം ചെയ്തതിലേക്ക് ഉംറനെ അങ്ങോട്ട് കിടത്താൻ കഴിയൂല. ആദ്യം ഹജ്ജിനെ ഇഹ്റാം ചെയ്തതിലേക്ക് പിന്നെ ഉംറ കിടത്താൻ കഴിയൂല. അതേസമയം ആദ്യം ഉംറയ്ക്ക് ഇഹ്റാം ചെയ്തതിലേക്ക് എന്തൊക്കെ ഹജ്ജിനെ കിടത്താൻ കഴിയും. അങ്ങനെ ഖിറാനാക്കി ആയിഷ റളിയല്ലാഹു തആല അൻഹ ഹൈളോട് കൂടി തന്നെ കുളിച്ച് രണ്ടാമത് നേരത്തെ ഉണ്ടായതിന് ഉംറന്റെ ഇഹ്റാമിന്റെ പുറമെ ഹജ്ജും കൂടി അങ്ങോട്ട് കൂട്ടിക്കൊടുത്തു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭാര്യമാർക്ക് വേണ്ടി ബലിയർത്തു. എന്താ, ആയിഷ ബീവി ഖിറാനാണ്, അവർക്ക് ബലിയർക്കണം. മറ്റോരൊക്കെ തമത്വ, ഓൽക്കുമാണല്ലോ ബലിയർക്കുക. അവർക്കൊക്കെ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബലിയർത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖിറാനായിരുന്നോ ഫ്രാദായ വലിയ വിഷയമാണ്, ഇപ്പൊ ചർച്ചയ്ക്ക് എടുക്കണ്ടേ, നീണ്ട വിഷയമാണ്. ഏതായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പിന്നെ ഒന്നും പുതിയൊന്നും ചെയ്തിട്ടില്ല. ഹജ്ജ് കഴിഞ്ഞ് തഹല്ലുലായിട്ട് ഒന്നിച്ച്. അപ്പൊ ഹൈദ് ഉള്ളപ്പോൾ ഹജ്ജിനോ ഉംറക്കോ ഇഹ്റാം ചെയ്യുന്നതുകൊണ്ട്, നിഫാസ് ഉള്ളപ്പോൾ ഹജ്ജിനോ ഉംറക്കോ ഇഹ്റാം ചെയ്യുന്നത് കൊണ്ടോ, ഇഹ്റാമിന്റെ ശേഷം ഹൈദ് നിഫാസ് ഉണ്ടായത് കൊണ്ടോ രണ്ടായാലും പ്രശ്നമൊന്നുമില്ല എന്ന് ഈ 2 സംഭവങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു. ഒക്കെ അല്ലാഹു തആല അപ്പൊ തന്നെ ഒരു ഖിയാമത്ത് നാൾ വരെ ഉണ്ടാവണല്ലോ. അങ്ങനെ തവാഫും സയ്യൊക്കെ കഴിഞ്ഞ് കല്ലേറ് കഴിഞ്ഞ് പോകാൻ സമയത്ത് എല്ലാവരോടും അതാന്റെ തവാഫ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ പറഞ്ഞു സഫിയ ബീവിക്ക് കേൾക്കാൻ വയ്യാർ. സംഗതി പ്രശ്നമില്ല. ഇനിയിപ്പൊ ബക്കും വേണ്ടി നമ്മളിവിടെ കെട്ടിച്ചിട്ടേണ്ടി വരുമോ? നിങ്ങൾ മറ്റേ ഭാര്യയാണല്ല. പിന്നെ ഞങ്ങൾ ചോദിച്ചു, അപ്പോ അറഫേന്ന് വന്നിട്ട് ഫാത്തിന് തവാഫ് ചെയ്തിട്ടില്ലേ? ഇതിന് പ്രശ്നമില്ല, നടന്നോ. അപ്പൊ യാത്ര ഉൾപ്പെടാൻ പോകുന്ന സമയത്ത് ഹൈദോ നിഫാസമാണ് സ്ത്രീകൾക്ക് എങ്കിൽ അവർക്ക് അതാന് തവാഫ് വാജിബില്ല. അത് കാണിക്കാൻ വേണ്ടിയിട്ട് ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താക്കി, അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നീട് വരുന്നവർക്ക് പഠിക്കാൻ പാഠമായിട്ടായി സന്ദർഭത്തിലൊക്കെ കൊടുക്കുന്നത്. അപ്പൊ അതൊന്നും ഇതിന് ആകെ കാബൻ തവാഫ് ചെയ്യുന്നതിന് മാത്രമേ അശുദ്ധി ഹജ്ജിന്റെയോ ഉംറയുടെയോ ഇബാദത്തുകളിൽ തടസ്സമാവുന്നുള്ളൂ. അങ്ങനെ കുളിച്ച് പുരുഷന്മാരാണെങ്കിൽ വസ്ത്രം മാറ്റി, സ്ത്രീകളാണെങ്കിൽ സാധാരണ ധരിക്കുന്ന വസ്ത്രം തന്നെ, മാറ്റങ്ങളൊന്നുമില്ല. കറാഹത്തായ വഖത്ത് അല്ലെങ്കിൽ പ്രത്യേക ഏതെങ്കിലും ഒരു നിസ്കാരത്തിന് ശേഷമാണെങ്കിൽ അത് തന്നെ മതി. അതില്ലെങ്കിൽ ഇഹ്റാമിന് വേണ്ടി 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് വാഹനത്തിൽ കേറുമ്പോഴാണ് ഇഹ്റാം നല്ലത്. പക്ഷേ ചിലപ്പം മറന്നു പോകും. അങ്ങനെ മറക്കുകയാണെങ്കിൽ പിന്നെ അവിടെ ഇരുന്ന് കണ്ട് തന്നെ എന്താക്കുക, ഇഹ്റാം ചെയ്യുക. അല്ലാഹുമ്മ ഇന്നി നവൈത്തുൽ ഹജ്ജ വഅഹറംതു ബിഹി ലില്ലാഹി തആല ലബ്ബൈക അല്ലാഹുമ്മ ബിഹജ്ജത്തിൻ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വൻ നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക.
പിന്നെ ഒക്കെ ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക്. ഒരു വട്ടം ഫസ്റ്റിൽ ലബ്ബൈക്ക് അല്ലാഹുമ്മ ബിഹജ്ജത്തിൻ എന്ന് പറയാം. ഉംറയ്ക്ക് ഇഹ്റാം ചെയ്യുകയാണെങ്കിൽ ലബ്ബൈക്ക് അല്ലാഹുമ്മ ബിഉംറത്തിൻ ലബ്ബൈക്ക് എന്ന് ആദ്യത്തെ വട്ടം പറയാം. പിന്നെയൊക്കെ സാധാരണ പോലെ ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് പറയും. അങ്ങനെ ചുരുങ്ങിയ 3 വട്ടം തൽബിയത്തില്ല, പിന്നെ 3 വട്ടം സലാത്തില്ല. ഏത് സലാത്തും ആകാം, പക്ഷേ ഇബ്രാഹിമി സലാത്താണ് ഉത്തമം. കാരണം ഹജ്ജാണല്ലോ. ഹജ്ജ് മൂപ്പരവിടെ ഉണ്ടാവും അല്ലാഹു തആല പറഞ്ഞു. അതിൻ ഫിന്നാസി ബിൽ ഹജ്ജ്. ലോകത്ത്, മനുഷ്യലോകത്ത് മൊത്തം ഹജ്ജിന് വേണ്ടി വിളംബരം ചെയ്യുക. യത്തൂക്ക റിജാലൻ വഅലാ കുല്ലി വാമിരിൻ യതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. ലോകത്തിന്റെ വിവിധ ദിക്കുകളിൽ നിന്നായി വാഹനപ്പുറത്തും കാൽനടയായും നിങ്ങളരികെ അവർ വരും എന്നാണ്. നിങ്ങളരികെ വരുന്ന. അപ്പൊ അവിടെ ഉണ്ടാവുമല്ലോ ആള്. ആയില്ല ഊബര് പോയി അവിടെ അറം കരിയില്ല കിടക്കുക. ആളവിടെ വിളിച്ച ആ എന്ത് പരിപാടിയാണ്. ഇവിടെ ആളെ വിളിച്ചിക്ക, എന്നിട്ട് മൂപ്പൻ അവിടെ പോയിട്ട് കിടക്കാന്ന് പറഞ്ഞാൽ പറ്റൂലല്ലോ. അവർ മാത്രമല്ല, അമ്പിയാക്കന്മാരൊക്കെ ഹജ്ജ് ചെയ്തുകൊണ്ടിരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജത്തുൽ വദാഇന് വരുന്ന സമയത്ത് ഓരോ പ്രദേശത്ത് എത്തുമ്പോ ഈ സ്ഥലത്തിന്റെ പേരെന്താണ് പറയുമ്പോ അതാ യൂനുസ് നബി അലൈഹി സ്വലാം, അതാ ഇങ്ങനെ. അതുപോലെ തന്നെ സാലിഹ് നബി അലൈഹി, ഇങ്ങനെ ഓരോ അമ്പിയാ മുർസലീങ്ങൾ, ഷുഐബ് നബി അലൈഹി സ്വലാം തുടങ്ങി നബിമാരിങ്ങനെ വരുന്നതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ യാത്രയിൽ പറയുന്നുണ്ട്. പക്ഷെ ഞമ്മക്ക് നഗ്ന ദൃഷ്ടി കൊണ്ട് കാണാൻ കഴിയില്ല. അത് അമ്പിയാക്കന്മാരുടെ കാഴ്ച. ആ കാഴ്ച എത്തിയ ചില മഹാന്മാര് വേറെ ഉണ്ടാവും, അവർക്കൊക്കെ കണ്ടു തരും. ചുരുക്കത്തിലൊരു കാര്യം, ഖുർആൻ പറഞ്ഞതാണല്ലോ യതൂക്ക റിജാലൻ. അതിപ്പോ ഏതായാലും മാറ്റാൻ പറ്റിയല്ലോ. ഹദീസൊക്കെ ആണെങ്കിൽ വൈഫാന്നൊക്കെ പറഞ്ഞു നോക്കാം. ഖുർആന് പിന്നെ വൈഫ് ഇല്ല എന്നുള്ള അഭിപ്രായമാണ്. കീലയാർന്നുബിലൈമാക്കി എന്നൊക്കെ ഉണ്ട്. അപ്പൊ കീല ഇതിലുണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ ലൈഫ് ഉണ്ടെങ്കിലേ ഉള്ളൂ. ഏതായാലും കാര്യമായ ലൈഫ് ഖുർആനിലില്ല. ബുഖാരി തന്നെ 100 ചില്ലാനും ലൈഫ് ഉണ്ട് എന്ന് പറയുന്ന കാലം. അപ്പൊ ഖുർആനിലൊരു 4 ലൈഫ് ഉണ്ട്. അയിപ്പെട്ടൊന്ന് ഇതാണെന്ന് വെക്കാം. തൂക്കരിജാലൻ നിങ്ങളടുത്ത് വരും. തൂക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ നിങ്ങളുടെ അരികെ അവർ വരും. അപ്പൊ ഖലീൽ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ആത്മീയ സാന്നിധ്യം അവിടെ ഉണ്ട്, ഉണ്ടാവണം, ഉണ്ട്. സത്യം അതാണ്. അപ്പോ ആ സലാത്താ കൂടുതൽ നല്ല ഇത് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം എന്ന് തുടങ്ങുന്ന സലാത്ത്. 3 വട്ടം സലാത്തില്ല. 3 വട്ടം അല്ലാഹുമ്മ ഇന്നാ നസ്അലുക റിളാക വൽ ജന്ന വനഊദു ബിക മിൻ സഖ്തിക വന്നാർ എന്ന് അല്ലാഹുവിനോട് സ്വർഗ്ഗം ചോദിക്കുക, അല്ലാഹുവിന്റെ പൊരുത്തം ചോദിക്കുക, നരകത്തെ തൊട്ട് കാവൽ തേടുക, അല്ലാഹുവിന്റെ കോപത്തെ തൊട്ട് കാവൽ തേടുക. ഒക്കെ 3 വട്ടമൊക്കെ സുന്നത്താ. തൽബിയത്ത് ആവർത്തിക്കും തോറും ഈ സലാത്തും ഈ ദുആവും ആവർത്തിക്കൽ സുന്നത്തുണ്ട്. ഉംറക്കും ഹജ്ജിനും ഈ കാര്യത്തിൽ വ്യത്യാസമില്ല. ഹജ്ജിന് പോകുമ്പോൾ പിന്നെ ഏതായാലും അതിന് മെനക്കെടെ ആകുമ്പോൾ എല്ലാവരും ഇങ്ങനെ ചൊല്ലിക്കൊടുക്കും. ആരെങ്കിലും ഉസ്താദ്മാർ ചൊല്ലിക്കൊടുക്കാനുണ്ടെങ്കിൽ. ഉംറക്ക് അതില്ല. ഉംറക്ക് നമ്മളെ ഏറാൻ ചെല്ലുമ്പോൾ ചെല്ലുക, പിന്നെ ആ പരിപാടിയില്ല, കഴിഞ്ഞു. പിന്നെങ്ങനെ പോകല്ലേ, പോയി ഉംറ ചെയ്ത് പോരുകയാണ്. അതല്ല, ഹജ്ജിനും ഉംറക്കും ഒക്കെ കണക്കന്നെയാണ്. പക്ഷെ ഉംറക്ക് കുറച്ചേ ഉള്ളൂ, അതിൽ തവാഫ് തുടങ്ങുള്ളൂ മാത്രം. മറ്റേ അങ്ങനെയല്ല, ഏതുവരെ ഉണ്ടാവും. ജംറയിലെ ആദ്യത്തെ കല്ലേറ് തുടങ്ങുന്നത് വരെ ഉണ്ടാവും. സമയം കുറച്ച് നീളുന്നല്ലാതെ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല തൽബിയത്തിന്റെ വിഷയത്തിൽ. തന്നെയല്ല, പുരുഷന്മാർക്ക് ശബ്ദം ഉയർത്തി, ചില പള്ളിയിൽ വരെ ശബ്ദം ഉയർത്തി ചില സുന്നത്താണ്. പള്ളിയിൽ ദിക്റായാലും വേണ്ടില്ല, ഖുർആനോത്തായാലും വേണ്ടില്ല, ശബ്ദം ഉയർത്താൻ പാടില്ല. അതേസമയത്ത് ഇഹ്റാം ചെയ്തവരെ തൽബിയത്ത് ചെല്ലുമ്പോൾ ആ മനാസിക്കുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളൊക്കെ അതിന്റെ മവന്നത്തായതുകൊണ്ട് അവിടെ ശബ്ദം ഉയർത്തി തന്നെ ചെല്ലാം. അങ്ങനെ പുരുഷന്മാർ ശബ്ദം ഉയർത്തിയും സ്ത്രീകൾ ശബ്ദം താഴ്ത്തിയും പരമാവധി ഇഹ്റാം ചെയ്തു കഴിഞ്ഞാൽ ആ മുഹരിമായ ഒരു മനുഷ്യൻ ചെയ്യുന്ന ദിക്റുകളിൽ ഏറ്റവും അഫ്ളലായ ദിക്ർ തൽബിയത്ത് തന്നെയാണ്. ആ തൽബിയത്ത് പരമാവധി വർദ്ധിക്കുക. സുന്നത്താണെങ്കിലും അത് ചെറുതായി കാണണ്ട, അത് തന്നെയാണ് അതിന്റെ ആത്മാവ്. അങ്ങനെ ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞു. ഒരു പക്ഷേ ഹജ്ജിന് മാത്രം ഇഹ്റാം ചെയ്തു, നവൈത്തുൽ ഹജ്ജ, അങ്ങനെ ഇഫ്രാദ്. അതല്ലെങ്കിൽ രണ്ടുകൂടി കൂട്ടിയിട്ട് നവൈത്തുൽ ഹജ്ജ വൽ ഉംറത അങ്ങനെ പറയാം. അപ്പോ ഖിറാന് ഹജ്ജും ഉംറയും കൂടി ഒരു അമൽ തന്നെ ഉള്ളൂ, രണ്ടിനും കൂലി കിട്ടും. പക്ഷേ ഒരു പണി കൊണ്ട് 2 കൂലി കിട്ടുന്നത് കൊണ്ട് ബലിയർക്കൽ നിർബന്ധവും. വേറെ പണിയൊന്നുമില്ല, ഹജ്ജിന് അമൽ തന്നെ ചെയ്യാനുള്ളൂ. പക്ഷെ ഹജ്ജ് ചെയ്ത കൂലിയും കിട്ടും, ഉംറ ചെയ്ത കൂലിയും കിട്ടും, രണ്ടും കിട്ടും. നിയ്യത്തിൽ മാത്രം ഹജ്ജും ഉംറയും ഒന്നിച്ച് ചെയ്യുന്നു എന്ന് കരുതിയാൽ മതി. പക്ഷെ അങ്ങനെ ചെയ്താൽ ബലിയർക്കൽ വുജൂബാകും. അത് പ്രത്യേകം മനസ്സിലാക്കുക. അതല്ലെങ്കിൽ പിന്നെ മറ്റൊരു രൂപം നവൈത്തു നുസുക്കാന്ന് മാത്രം കരുതി, നുസുക്ക് നിർവഹിക്കാൻ ഞാൻ നിയ്യത്ത് ചെയ്തു. നുസുക്ക് പറഞ്ഞാൽ ഹജ്ജിനും ഉംറക്കും ഒക്കെ പറയാൻ പറ്റുന്നതാണ്. ഏതാന്ന് തീരുമാനിച്ചിട്ടില്ല. ഹജ്ജാണ്, അങ്ങോട്ട് പോകാൻ പറ്റിയില്ല, എന്നാ പിന്നെ എന്താക്കി, അത് ഞാൻ ഉംറയൊക്കെയാണ് അറിഞ്ഞു. 10 കഴിഞ്ഞാൽ നേരം തന്നെ നോക്കിക്കൂടെ, പോയിട്ട് ഉംറ ഇതുവരെ പിന്നെ ഹജ്ജ് ഉണ്ടാവില്ലല്ലോ. നുസുക്ക് എന്ന് പറഞ്ഞപ്പോ അങ്ങനെ സുഖമുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കാം. പക്ഷെ അമല് ഹജ്ജാണെങ്കിൽ അറഫയിൽ നിൽക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഖുദൂമിന്റെ തവാഫ് ചെയ്യുന്നതിന് മുമ്പ്, ഉംറയാണെങ്കിൽ തവാഫ് ചെയ്യുന്നതിന് മുമ്പ് തീരുമാനിക്കണം എന്താണ്. ഇഹ്റാം ചെയ്യുമ്പോൾ തീരുമാനിച്ചോളണമെന്നില്ല. അതിന് ഇത്ലാഖ് എന്ന് പറയും. എങ്ങനെയും ചെയ്യാം ഇഹ്റാം.
പക്ഷെ അത് അല്ല നല്ലത്. ഞാൻ ചെയ്യാൻ പോകുന്ന അബദത്ത് എന്താണ് എന്ന് നേരത്തെ തന്നെ നിർണ്ണയിക്കുന്നതാണ് നല്ലത്. പക്ഷെ ഇങ്ങനെയുള്ള പ്രത്യേക സാഹചര്യം ഉണ്ടെങ്കിൽ നുസുക്ക് എന്ന് മാത്രം ചെയ്യാം, അങ്ങനെയും മെഹ്റാം ചെയ്യാം. മറ്റൊന്ന് ഹജ്ജിന്റെ മാസത്തിൽ ഉംറയ്ക്ക് ഇഹ്റാം ചെയ്ത് ഇവിടെ പോവുക, ഉംറ ചെയ്ത് ഹല്ലുലായതിനു ശേഷം പിന്നെ മക്കത്ത് വെച്ചിട്ട് ഹജ്ജിന് ഇഹ്റാം ചെയ്യാം. ഇങ്ങനെയും ആവാം. അപ്പോ ആദ്യം പറഞ്ഞ ഇഫ്രാദിന്റെ രൂപം, രണ്ടാമത് പറഞ്ഞത് ഖിറാനിന്റെ രൂപം, മൂന്നാമത് പറഞ്ഞത് ഇത്ലാഖിന്റെ രൂപം. ഇത്ലാഖിന്റെ രൂപം അമലിലുണ്ടാവില്ല. അമല് ചെയ്യുന്നതിനും ഏതെങ്കിലും ഒന്നായിട്ട് തീരുമാനിക്കാം. ഹജ്ജ് ആണെന്നോ അല്ലെങ്കിൽ ഉംറയാണെന്നോ അല്ലെങ്കിൽ ഉംറയും കൂടിയാണെന്നോ അമല് തുടങ്ങുമ്പോഴേക്ക് തീരുമാനിച്ചോളൂ. പക്ഷെ ചെയ്യുമ്പം അങ്ങനെ ഒരു രൂപം ഉണ്ട് മാത്രം. മറ്റൊന്ന് തമത്വ ആദ്യം ഉംറ ചെയ്യാം, പിന്നെ ഹജ്ജ് ചെയ്യാതെ. ഇങ്ങനെ ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇഹ്റാമിൽ പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അഹറമ എന്ന് പറഞ്ഞാൽ ഹറാമിൽ പ്രവേശിച്ചു എന്നാ പച്ച മലയാളം ഇതിന്റെ പരിഭാഷ. ഹറാമിൽ പ്രവേശിച്ചു എന്ന് പറഞ്ഞാൽ മുമ്പ് ഹറാമിലായിരുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ നിയ്യത്ത് ചെയ്തതുകൊണ്ട് കൂടി ഹറാമായി തീർന്നു. അപ്പൊ അതിൽ ഞാൻ സ്വയം ബോധപൂർവം പ്രവേശിക്കുകയാണ്. സുബിയാകാനാവുമ്പോഴേ തീരുള്ളൂ. അത് നോക്കിയിട്ട് കാര്യമില്ല. പണ്ട് ബെൽത്തർ ഉസ്താദ് പറഞ്ഞ് സുബൈക്ക് പറഞ്ഞ ഏകദേശം 100 കൊടുക്കാനാവുള്ളൂ മങ്ങ് കൊടുക്കുന്നുണ്ട്. ചുരുക്കി ഈ ഭാഗം പറഞ്ഞു നിർത്തുക. ഇഹ്റാമിൽ പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ ഹജ്ജിന് ഇഹ്റാം ചെയ്തു കഴിഞ്ഞാൽ ഹറാമാവുന്ന കാര്യങ്ങൾ ചുരുക്കി പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കും. ബാക്കിയുള്ള ഒരുപാട് ഒറ്റാഴ്ച കൊണ്ട് പറയാൻ അത്രയേ ഉണ്ടാവുള്ളൂ. ഇതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയം. ഇഹ്റാം ഹജ്ജിനോ ഉംറക്കോ അല്ലെങ്കിൽ രണ്ടിനും കൂടിയോ ഇഹ്റാം ചെയ്താൽ മുമ്പ് ഹലാലായിരുന്ന കുറെ കാര്യങ്ങൾ ഹറാമാകും. അതുകൊണ്ടാണ് ഇഹ്റാം എന്ന് ഈ നിയ്യത്തിനെ പറ്റി പറയുന്നത്. നിസ്കാരത്തിലും അങ്ങനെ തന്നെ തക്ബീറത്തുൽ ഇഹ്റാം എന്നാണല്ലോ പറയാ. എത്ര തക്ബീർ ചെല്ലുന്നുണ്ട്? എല്ലായിടത്തും തക്ബീർ. റുക്കൂക്ക് പോകുമ്പോൾ തക്ബീർ, സുജൂദ് പോകുമ്പോൾ തക്ബീർ, അവിടുന്ന് വരുമ്പോൾ തക്ബീർ, നിർത്ത തക്ബീർ, അപ്പോഴും തക്ബീർ. പക്ഷെ അതിനൊന്നും ഇല്ലാത്തൊരു പേര് തുടങ്ങുമ്പോഴത്തേനും എന്താ പറയാ? തക്ബീറത്തുൽ ഇഹ്റാം. അതെന്താ? മുമ്പ് ഹലാലായിരുന്ന കാര്യങ്ങൾ ഹറാമാക്കുന്ന തക്ബീറാണ്. അതന്നെ. അതിന്റെ മുമ്പ് സംസാരിക്കണേ കേടില്ലല്ലോ, പിന്നെ സംസാരിക്കല ഹറാമല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ട് തിരിയല മുമ്പ് ജായിസ് കഴിഞ്ഞല്ലോ, ഇപ്പൊ ഹറാമല്ലേ? ഇങ്ങനെ മുമ്പ് ഹലാലായ കാര്യങ്ങൾ ഹറാമാക്കുന്നതായതുകൊണ്ട് ആ തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറയുന്നത്. എന്നപോലെ ഇവിടുത്തെ നിയ്യത്തിന് ഇഹ്റാം എന്ന് പറയുന്നതും അതാണ്. അപ്പൊ എന്തൊക്കെ ഹറാമാകുക? മൊത്തം പറഞ്ഞാൽ 2 ഐറ്റം. ഇങ്ങനെ തിരിക്കുക. എണ്ണം പറയുന്നതിനേക്കാൾ 2 ഐറ്റം ഹറാമുകളാണ്. ഒന്ന് നശിപ്പിക്കുന്നതും മറ്റൊന്ന് സുഖിക്കുന്നതും അല്ലെങ്കിൽ അനുഭവിക്കുന്നതും. ഇങ്ങനെ അനുഭവിക്കുന്നതോ അല്ലെങ്കിൽ നശിപ്പിക്കുന്നതോ ആയ 2 ഐറ്റം. ഇത് തമ്മിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് അങ്ങനെ പറയുന്നത്. നശിപ്പിക്കുന്ന ഇനത്തിൽപ്പെട്ട ഹറാമ് മനഃപൂർവ്വം ചെയ്താലും അബദ്ധത്തിൽ സംഭവിച്ചു പോയാലും, ഹറാമിലാണെന്ന് ഓർമ്മയോടുകൂടിയോ അല്ലാതെയോ, ഹറാമാണെന്ന് അറിഞ്ഞുകൊണ്ടോ അല്ലാതെയോ ഒക്കെ ചെയ്താലും ഫിദിയ നിർബന്ധമാകും. ഫിദിയ എന്താന്നുകൂടി പറയാം. പിന്നെ ഫിദിയ നിർബന്ധമാകും. അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം ചെയ്ത ഹറാമിന്റെ കുറ്റം കൂടി ഉണ്ടാവും. അറിയാതെ അല്ലെങ്കിൽ ഓർമ്മയില്ലാതെ അല്ലെങ്കിൽ ഹറാമിലാണെന്നുള്ള ധാരണ ഇല്ലാതെ ഒക്കെ ആണെങ്കിൽ ഹറാമിന്റെ കുറ്റം ഉണ്ടാവില്ല, ഫിദിയ എന്തായാലും വേണ്ടി വരും. അതാണ് നശിപ്പിക്കുന്നവർക്കും. മറ്റേത് അനുഭവിക്കുന്ന ഇനത്തിൽപ്പെട്ടത് മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് ചെയ്താൽ ഹറാമിന്റെ കുറ്റം ഉണ്ടാവും, ഫിദിയും വേണം. അറിയാതെ ചെയ്തു പോയി എന്നാ ഹറാമിന്റെ കുറ്റമില്ല, ഫിദിയുമില്ല. ഇങ്ങനെ 2 ഇനം. അപ്പൊ എന്തായാലും ഫിദിയ വേണ്ടത് നശിപ്പിക്കുന്ന ഇനം. അതേസമയത്ത് അനുഭവിക്കുന്നതിന്റെ ഇനം അത് അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം ചെയ്തെങ്കിലേ ഹറാമുള്ളൂ, അതിന് ഫിദിയുള്ളൂ. അറിയാതെയോ അല്ലെങ്കിൽ ഓർമ്മയില്ലാതെയോ ചെയ്തു പോയാൽ ഹറാമുമില്ല, അതുപോലെ തന്നെ അതിന് പ്രത്യേകം ഫിദിയുമില്ല. ഞാൻ ഏതാ നശിപ്പിക്കുന്ന എളുപ്പം, കുറച്ചുള്ളൂ. നഖം മുറിക്കുക, മുടി നീക്കുക, വേട്ടജീവികളെ കൊല്ലുക, പിന്നെ വേണമെങ്കിൽ ഹറമിലെ മരങ്ങൾ മുഴുവനായോ ഭാഗികമായോ മുറിക്കുക. ഹറാമിലാണെങ്കിലും അല്ലെങ്കിൽ ഒക്കെ വേണം, എന്നാലും ഈ കൂട്ടത്തിൽ പറയാം. ഇത് 4 നശിപ്പിക്കുന്നതിനും നിറഞ്ഞ ഹറാം. അതിപ്പോ ഇങ്ങനെ മിനേന്ന് അറഫയ്ക്ക് നടക്കുക ടീമായിട്ട്. ഇപ്പൊ ഞാൻ ഉണ്ടാവൂലോ, അല്ലാതെ അധികം ഉണ്ടാവൂല, കുറച്ചൊക്കെ ഉണ്ടാവുള്ളൂ. അങ്ങനെ നടക്കുകയാണ്. ആ നടക്കുന്ന സമയത്ത് മിനേന്ന് ഇങ്ങനെ പോയി മുസ്ദലിഫയിൽ എത്തി തുടങ്ങിയപ്പോ തന്നെ നല്ലോണം എന്തുണ്ട്, തണൽ മരങ്ങൾ, പ്രത്യേകിച്ച് ഈ ഇതുണ്ടല്ലോ വേപ്പ് നല്ലോണം വെച്ചുപിടിപ്പിച്ചു.
അതിന്റെ ഒരു 4 കൊമ്പ് ഒടിച്ച് കൊട വിടുക. നാടകാക്കാമാർക്ക് അങ്ങനെ ഉണ്ടാവും, കൊട വിടുക, ബെയിലിങ്ങനെ ചൂടായി. അയിമൊന്ന് ഒടിച്ചാൽ കുടുങ്ങി. മുസ്ദലിഫ ഹറമിൽപ്പെട്ട സ്ഥലമാണ്, തൊടാൻ പറ്റൂല. അറിഞ്ഞാലും അറിഞ്ഞിട്ടില്ലെങ്കിലും എന്തുണ്ടാവും, ഫിദി വേണ്ടി വരും. അറിഞ്ഞുകൊണ്ടാവുമ്പോ ഹറാമിന്റെ കുറ്റൂടി ഉണ്ടാവും, അറിയാതെ എനിക്ക് ഹറാമിന്റെ കുറ്റുണ്ടാവില്ല. പക്ഷെ ഫിദിയന്റെ കാര്യത്തിൽ ഒഴിവൊന്നും ഉണ്ടാവില്ല. അപ്പോ മരം മുഴുവനായിട്ട് മുറിച്ചാലും ഭാഗികമായിട്ട് മുറിച്ചാലും 2000 ഹറാമേനെ. അതിപ്പോ സാധാരണ സംഭവം നടന്നു പോകുന്നവർക്ക് പലപ്പോഴും സംഭവിക്കുന്നതാണ്. പിന്നെ മുസ്ദലിഫ അതേ സമയത്ത് അറഫയിലുള്ള മരത്തിന്റെ മുമ്പ് കാലം പൊട്ടിച്ചാലോ അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അറമല്ല, അറഫ അറമിന്റെ പുറത്തായതുകൊണ്ട് അവിടെ ഇന്ന് പറഞ്ഞേക്ക് നല്ലോണം വേപ്പും വേറെ പല മരങ്ങളും വെച്ചുപിടിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ മുമ്പും പൊട്ടിക്കേണ്ട ഏതായാലും. എന്നാലും അഥവാ അങ്ങനെ പൊട്ടിച്ചു പോയാൽ അതുകൊണ്ട് അറാമൊന്നും ഉണ്ടാവും, അറമിലല്ലാത്തതുകൊണ്ട്. പിന്നെ നഖം മുറിക്ക. നഖം മുമ്പ് മുറിച്ചിട്ടില്ലേ ഇനി, അല്ലാതെ പെഹറാമിന് വേണ്ടി മുറിച്ച പിന്നെ നഖം ഉണ്ടാവില്ലല്ലോ. ഇങ്ങനെയുള്ള നഖം മുറിക്ക, അത് പൊട്ടിങ്ങനെ നിൽക്കുന്നുണ്ട്, തൊട്ടോടത്തൊക്കെ അതിങ്ങനെ കൊളത്തുക. അതുകൊണ്ടൊരു ഇടങ്ങേറായി. ആ ഇടങ്ങേറ് മാറ്റാൻ വേണ്ടിയിട്ട് ആ ഭാഗം മുറിച്ചിടാം. അല്ലാതെ ചില ആളുകൾക്കുണ്ടല്ലോ ഒരു പരിപാടി, അങ്ങനെയുണ്ട് ടീം. അതൊരു മാനസിക രോഗം തന്നെ. അതിനുടനെ ഒന്നിരിക്കലും നമ്മളെ വഫാ സാറിനെ അല്ലെങ്കിൽ മുഹമ്മദ് ഹസൻ സാറിനെ ഒക്കെ കണ്ടിട്ട് ചികിത്സിക്കേണ്ട. തായ്ഫ് കൊണ്ടുപോകാൻ മാത്രം ഒക്കെ പറ്റിയിട്ടില്ല എന്നുള്ള സംഗതി സുഖടനെ. അത് ഹറാമിലാണെങ്കിൽ പറഞ്ഞേക്കതിന് ഫിദിയ വേണം, ഹറാമിന്റെ കുറ്റമുണ്ടോ. അറിയാതെ അമ്പത്തിൽ ഹറാമിലാന്ന് ഓർമ്മയില്ലാതെ ചെയ്തൊക്കെ ആണെങ്കിൽ ഫിദിയ വേണം, എന്നാലും പക്ഷെ ഹറാമിന്റെ കുറ്റമുണ്ടാവില്ല. നഖം മുറിക്കുക. മുടി നമ്മുടെ പ്രവൃത്തി കൊണ്ട് നീങ്ങുക, അവിടെയാണ് പലപ്പോഴും അബദ്ധം പറ്റുന്നത്. മുടി പോയതിന് വേണ്ടിയിട്ടൊരറിവ്, അങ്ങനെ ഒരു അറിവ് എവിടെ? എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ടാവുമല്ലോ, എന്നാ അതിന് വേണ്ടിയിട്ടൊരറിവ്. അപ്പൊ ആടിനെത്ര 450 എന്ന് പറഞ്ഞാൽ 7000 റുപ്യ, 6500 റുപ്യ അല്ലെങ്കിൽ 6000 റുപ്യ. അപ്പാണ് അവിടെ മറ്റേ ആട്, ഇനി മലയാളം പറഞ്ഞ ആട് മൂല്യാര് എന്ന് തന്നെ പറയണം. ആട് മൂല്യന്മാര് മക്കയിൽ നിന്ന് സേവനത്തിന് സന്നദ്ധരായിട്ട് വരിക. അവര് പറയാം, നിങ്ങൾ വേദാറാണ്ട, അതൊക്കെ നമ്മളെത്തി 250 തന്നാ മതി. ഇപ്പോഴും ഈ തിരക്കുള്ളൂ, ഈ തിരക്കാണ് കഴിഞ്ഞാൽ പിന്നെ ആടിനുണ്ട് വില പറയും, ഞങ്ങൾ ചെയ്തോളാം. അന്നായിക്കോട്ടെ, 250 കൊണ്ട് സലാമത്തായി കിട്ടിയല്ലോ. 450 നിങ്ങൾക്ക് ഈ ആട് മൂല്യന്മാരെ ഏൽപ്പിച്ചു. തന്നെ കള്ളന്മാരാണൊക്കെ. എന്തിനങ്ങൾ ഏൽപ്പിച്ച് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടാവുമല്ലോ, അങ്ങനെ ഒരു ഇസ്ലാം ഉണ്ടാ. എവിടെങ്കിലൊക്കെ നമ്മൾ അറിയാതെയൊക്കെ മുടിയൊക്കെ പോയിട്ട്, അറിയാതെ മുടി പോയതിന് എന്തിനാ ചങ്ങായി ആടറക്കണ്? ബോധപൂർവമുള്ള നിന്റെ പ്രവൃത്തി കൊണ്ട് മുടി പോയെങ്കിലേ ഫിദി തന്നുള്ളൂ. രാത്രി കിടന്നുറങ്ങി, ഇവിടെ അല്ലേ ഈ ഉപ്പുവെള്ളം കൊണ്ട് കുളിച്ചാ മടി ഇങ്ങനെ കൊഞ്ഞു കൊടുക്കും. അങ്ങനെ കിടന്നുറങ്ങി, ഇനി രാവിലെ ഉണങ്ങി നീച്ചു നോക്കുമ്പോ കിടക്കുന്ന പായയിൽ കാണാൻ മുടി കുറെ, ഏതായാലും മുടി വീണ. അതിന് എനിക്കെന്താ? അപ്പൊ ഉറക്കത്തിന് അറിയാതെ മാന്തിനെങ്കിൽ വല്ലി മാഫി നിസ്കിര. ബോധപൂർവമുള്ള പ്രവൃത്തിയല്ല. ഒരുപക്ഷെ ഇവന്റെ പ്രവൃത്തി കൊണ്ടേ അല്ല, അല്ലെങ്കിൽ പ്രവൃത്തി തന്നെ, പക്ഷെ ഇവന്റെ ബോധപൂർവ്വ പ്രവൃത്തിയല്ല. അതിനൊന്നും എന്തു വേണ്ട, ഫിദി കൊടുക്കണ്ട. ഫിദിയ കൊടുക്കണമെങ്കിൽ ഇന്ന നിബന്ധന പ്രകാരമുള്ള ഇന്ന അബദ്ധം സംഭവിച്ചിരിക്കുന്നു, അതിന്റെ പരിഹാരത്തിന് വേണ്ടി നിയ്യത്ത് നിർബന്ധമുള്ള ഇബാദത്താണ്. നിങ്ങൾ സുമാർ ആട് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി എന്നിട്ട് 250 വാങ്ങണമല്ലോ. എന്താ ചെയ്യണമെന്ന് നിങ്ങൾക്ക് കുറച്ചാണ് കഴിഞ്ഞാൽ പൗതി ഹയാത്തും പൗതി മൗത്തിന്റെയും ഇടയിലുള്ള ബൈനൽ മൗത്തിയുള്ള ഹയാത്തായിട്ടുള്ള കുറെ തള്ളച്ചാടുകളെ കിട്ടും. അത് 100 രൂപ ഒക്കെ കൊടുത്താൽ കിട്ടും. ഈ തള്ളാട് നീച്ചു നിൽക്കാൻ പറ്റണതിനൊന്നും പെണ്ണാടിന് നടക്കൂല. പറ്റ തള്ളായിട്ട് അങ്ങോട്ട് പരലോകത്തേക്ക് കാല് നീട്ടിയത് ആദ്യം 100 രൂപയിൽ വാങ്ങിയിട്ട് അറുത്തുനിന്ന് ബെരുത്തുക. 250 വാങ്ങിയ ബാക്കി 30 കേസിലൊക്കെ. ഇങ്ങനെ ഒരു അറിവില്ല ഇസ്ലാമിൽ. ഉറപ്പായിട്ട് പറയുന്ന ഒരു ഹറാമായ സംഭവം സംഭവിച്ചു എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. സുന്നത്തായത് ചെയ്തോളി. അതാണ് ഞാൻ സുന്നത്തായതാ അതന്നെ. അതാണെങ്കിൽ ചങ്ങായി പെരുന്നാളിന്റെ ഒന്നും അയ്യാമത്തെ ശരിക്കും 3 ദിവസമേ പറ്റുള്ളൂ. അതിന്റെ പിറ്റേന്നത് ഇല്ല അനാസ്. ഞാൻ പിന്നെ ആദായത്തിന് ഇറക്കാതെ പിന്നെ ഏത് വായിച്ചിറക്കണേ? അതാ ഞാൻ പറഞ്ഞ ആടുമുജാമാര് എന്ന് പറഞ്ഞ മുഴുവൻ കള്ളന്മാരാണ്. ഈ സാധുക്ക് കാജമാർക്ക് ഇതൊന്നും അറിയോ? ഓരോന്നും പഠിച്ചിട്ടില്ല. എന്നാ സുന്നത്തായത് ഇറക്കണമെങ്കിൽ ഈ 4 ദിവസം തന്നെ പറ്റുള്ളൂ. ഹജ്ജുമായിട്ട് ബന്ധപ്പെട്ട 2 അറിവേ ഉള്ളൂ സുന്നത്ത്. ഒന്നിരിക്കലും ഹദീ, അതല്ലെങ്കിൽ ഉളുഹിയ്യത്ത്, അത്രയേ ഉള്ളൂ.
അത് രണ്ടാണെങ്കിലും പെരുന്നാളിന്റെ അന്നും അയ്യാമത്തെ ശരിക്കും 3 ദിവസങ്ങളിലും ഈ 4 ദിവസത്തിലല്ലാതെ 5ാമത്തെ ഒരു ദിവസം അതിന്റെ മുമ്പും പറ്റൂല, ശേഷം പറ്റൂല. നിങ്ങളെ കായ് വെറുതെ മറ്റോ പോക്കറ്റ് അടിച്ചിക്കാനൊന്നും കൊടുക്കണ്ട. വേറെ പല പോക്കറ്റ് അടിയുണ്ട്. അപ്പൊ നമ്മൾ കൊടുക്കൂല. എന്നാലും നമ്മൾ ബന്ധപ്പെട്ടവരുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. നാട്ടിൽ നിന്ന് വന്ന് ഉംറ ചെയ്ത് തഹല്ലുലായി ഹാജിമാര്, വിശത്തുനിന്ന് ഒരിക്കല ആ തഹല്ലുലായി. ഇനി മക്കത്തുനിന്ന് തന്നെയാണോ ഹജ്ജിന് ഇഹ്റാം ചെയ്യുന്നത്. അപ്പൊ തമത്തു ആണല്ലോ, തമത്തുവിന് ഏതായാലും ഒരു ഫിദിയ വേണം. അതിന് ഷാഫി മദ്ഹബിലൊരു അഭിപ്രായമുണ്ട്, ഉംറ ചെയ്ത് തഹല്ലുലായാൽ തന്നെ ജായിസാവും. അഫ്ളൽ ഹജ്ജിന്റെ ഈ 4 ദിവസങ്ങളിൽ ചെയ്യലാണെങ്കിൽ പോലും മുമ്പ് ജായിസാവും. ഈ ജായിസാവും എന്നുള്ള ഫത്വ എടുത്തിട്ട് ഈ ഹാജിമാരോടൊക്കെ ആടിന്റെ കായ് വാങ്ങും. ഈ സംഘക്കാര് ആടിന്റെ കാശ് വാങ്ങിയിട്ട് എന്താ ചെയ്യാ, പിറ്റേന്ന് മുതൽ പോയിട്ട് അർത്ഥമുണ്ട്. ഒരു ദിവസം 5 ആടർത്ത്, പിറ്റേ ദിവസം 3 ആടർത്ത്, പിറ്റേ ദിവസം 10 ആടർത്ത്. എന്നും ആട്ടർച്ച തന്നെ, രാവിലെയും ഉച്ചക്കും വൈകുന്നേരം ആട്ടർച്ച കൊണ്ട് ഇങ്ങോട്ട് ഒരു 1.5 കളിയാണ്. ആ സംഘക്കാർക്ക് തന്നെ ഒന്നുമില്ലെങ്കിലും 1.25 കൊടുത്തിനെങ്കിലും മുതലായിട ആട്ടർച്ച. എന്തായി ചെയ്തെന്നറിയോ? ഇത് വാജിബായ അറിവല്ലേ? വാജിബായ അറിവ് എന്ന് പറഞ്ഞാൽ സക്കാത്ത് വാങ്ങാൻ പറ്റുന്നവർക്കേ അത് പറ്റുള്ളൂ, അത് തിന്നാൻ പറ്റുള്ളൂ. സക്കാത്ത് വാങ്ങാൻ അർഹതപ്പെട്ട ഫക്കീർ, മിസ്കീന് തുടങ്ങിയിട്ട് ആ 8 വിഭാഗത്തിൽപ്പെട്ടവർക്ക് അത് തിന്നാൻ പാടുള്ളൂ. അല്ലാത്തവർക്ക് അത് വാങ്ങാനും പറ്റൂല, കൊടുക്കാനും പറ്റൂല. ഈ ആജാമാരൊക്കെ സക്കാത്തിന്റെ അറിയാല ഈ 1,60,000 1,70,000 ഒക്കെ കൊടുത്തു വരുന്ന ഒരു സക്കാത്തിന് അർഹതപ്പെട്ടവരാ. ആണെന്ന് വെച്ചാൽ അവനാൻ അർത്ഥത്തിന്റെ ഇറച്ചി എന്തായാലും അവനാണ് ഉപയോഗിക്കാൻ പാടില്ല, ഹറാമ ഫർളായത്. ഇത് വല്ലതും നോക്കിയിട്ടാണോ ഈ അർത്ഥത്തിൽ ഈ ആജാമാർ ലാഭം കിട്ടിയിട്ട് ദുന്യാവ് മുഴുവൻ കിട്ടിയിട്ട് ഈ സാധുക്കൾക്ക് മതിയാടില്ല. ഒരു ആജിനെ കൊണ്ടിട്ട് ഒരു 25,000 റുപ്യക്ക് എന്തായാലും ലാഭം കിട്ടും, ശരിക്കും ഹലാലായ ലാഭം തന്നെ. അത് പോരാത്തതിനാണ് ഈ ആട് വാങ്ങിയിട്ടും അങ്ങനെ ഇങ്ങനെയാക്കുന്നത്. എന്തിനാണ് ഇതൊക്കെ ആവശ്യം? കൊടുക്കാൻ പാടില്ല. സക്കാത്ത് വാങ്ങാൻ പറ്റുന്ന ആളുകൾക്കല്ലാതെ ഈ നിർബന്ധമായ അറവിന്റെ മാംസം കൊടുക്കാൻ പാടില്ല, വാങ്ങാനും പാടില്ല. തന്നെയല്ല ഈ അർത്ഥ വ്യക്തി അതിൽ നിന്നിട്ട് ഭക്ഷിക്കാനും പാടില്ല. ഇതിന് വിപരീതം ചെയ്താൽ അവന്റെ അർപ്പ് വീടാതെ കിടക്കും. മനസ്സിലായോ? അപ്പൊ ചുരുക്കത്തിൽ മുടി പോയി എന്ന് ഉറപ്പുണ്ടെങ്കിൽ അപ്പൊ മുടി നീക്കവന്റെ അപ്പൊ ബോധപൂർവമുള്ളവന്റെ പ്രവൃത്തി കൊണ്ട് പോവുക, നഖമോ മുടിയോ. പിന്നെ വേട്ടജീവി എന്ന് പറഞ്ഞാൽ ഇപ്പം അൽഹംദുലില്ലാഹ് ഹൈറാണ്, ഇവിടെ ഒന്നും വേട്ടജീവികളില്ല. നല്ലോണം തണുപ്പായാൽ ചിലപ്പം ജറാദ് കുറെയൊക്കെ ഉണ്ടാവും, അത് ശ്രദ്ധിക്കാന്ന് മാത്രം. ജറാദ് ഉണ്ടാവും, നല്ല തണുപ്പാകുന്ന സമയത്ത് ആ വലിയ ലൈറ്റ് അല്ലേ, ആ ലൈറ്റിന് വന്നിട്ട് ഇത് ഇങ്ങനെ ചാടുന്നുണ്ടാവും. അതറിയാതെ ചവിട്ടിപ്പെട്ടോ മറ്റോ ഒക്കെ ജീവൻ പോയാൽ അതിന്, പക്ഷെ അതിന് ആടൊന്നും ഇറക്കേണ്ട ആവശ്യമില്ല. ഒരു ജറാദിന് ഒരു മുദ് എന്ന് പറഞ്ഞാൽ ഒരു പിടി അരി മിസ്കീന്മാർക്ക് മക്കത്തോ ഹറമിലുള്ള ഏതെങ്കിലും മിസ്കീന് ഫക്കീർ വകുപ്പപ്പെട്ടവർക്ക് ഒരു മുദ് കൊടുത്താൽ മതി, ഒരു ജറാദ്. അത് ആണിപ്പോ വേട്ടജീവിയായിട്ട് ഇപ്പൊ ഉള്ളൂ, മറ്റുള്ളത് ഇല്ലാത്തത് കൊണ്ട് പിന്നെ അതിനെപ്പറ്റി കൂടുതൽ വിഷയം. ഇതാണിപ്പം നശിപ്പിക്കുന്ന വർഗത്തിൽപ്പെട്ട ഹറാമുകൾ. മനസ്സിലായല്ലോ? ഹറമിൽപ്പെട്ട മരങ്ങൾ മുഴുവനായോ ഭാഗികമായോ മുറിക്കുക, മനഃപൂർവ്വം ഇഹ്റാമിലാണെന്നുള്ള ഓർമ്മയോട് കൂടെയോ അല്ലാതെയോ എന്ത് ചെയ്യുക, നഖം മുറിക്കുക. അതുപോലെ തന്നെ മനഃപൂർവ്വം ഇഹ്റാമിലാണെന്നുള്ള ഓർമ്മയോടുകൂടി അല്ലാതെയോ മനഃപൂർവ്വം ഇവന്റെ പ്രവൃത്തി കൊണ്ട് മുടി നീക്കുക, വേട്ട ജീവിയെ കൊല്ലുക. ഇത്രയും കാര്യങ്ങളാണ്. ഇതിപ്പോ ഇഹ്റാമിലാണെന്നുള്ള ഓർമ്മയോട് കൂടിയാണെങ്കിലും അല്ലെങ്കിലും ചെയ്താൽ എന്ത് വേണം? ഫിദിയ വേണം. എന്നാ മുടിക്കൊന്നും ആടറക്കാൻ പറ്റിനൊന്നും വേണ്ട. ഒരു മുടിക്ക് ഒരു മുദ്ദ കൊടുക്കണ്ട. 2 മുടിയാണെങ്കിൽ 2 മുദ്ദ് ഒരു സമയത്തിട്ടോ. ഒരു സമയത്ത് അതേ സമയത്ത് ചില ആളുകൾ അതൊത്താണത് ഇങ്ങനെ ആയിപ്പോവുകയാണ്. മറ്റേ നെങ്കടിക്കുന്ന കഥ പറഞ്ഞൊരു ഇതാണ്. 3 എണ്ണം ഒന്നിച്ചെന്ന ഒരാള് അത് ഇഹ്റാമിലാന്ന് ഓർമ്മയില്ലാതെ ഇത് അന്നാ കുറ്റം ഉണ്ടാവില്ല. ആട് ഏതായാലും കണക്കന്നെ. കൽപ്പിച്ചുകൂട്ടി ചെയ്തൊക്കെയാണെങ്കിൽ കുറ്റം കൂടെ ഉണ്ട്. ഇത് കൽപ്പിച്ചുകൂട്ടി അല്ലാതെ ധാരണ ചെയ്ത് അങ്ങനെ ചെയ്തു പോയതാ. എന്നാല്